ഇവിടെ എങ്ങനെ നിങ്ങളെ കുട്ടികളിങ്ങനെ ഓടി കളിക്കുമ്പോൾ നിങ്ങൾക്ക് പേടിയൊന്നും ആവില്ല? ഓ, കയ്യിൽ ചോറ് വെച്ചിട്ട് ഇങ്ങനെ മുങ്ങുകയാണ് ചെയ്യുന്നത് അല്ലേ? ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് ഇങ്ങനെ മീൻ പിടിക്കുന്നത്. നിങ്ങളെ കൂടെ മുകളിലേക്ക് വരാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ? നിങ്ങൾ പോയിട്ട് വരും. ശരി, അവസാനം നമ്മൾ ആ ബോട്ടിനെ ഓവർടേക്ക് ചെയ്തിട്ടാ. കണക്കും മലയാളം. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. എന്താ പറഞ്ഞേ? ഇല്ല, അത് നമുക്ക് ഭീഷണിയാണല്ലോ. ഭയങ്കര ഭീഷണി. ആ മീനുകൾ അവിടുന്ന് എറിഞ്ഞു ഓടിക്കുകയാണ് കണ്ടോ. എന്നിട്ട് അവിടെ വല വീശും. 2 കൊമ്പിൽ 1 കൊമ്പേ ഉള്ളൂ കണ്ടോ. പണി കിട്ടി. കുട്ടിയാ പലവ് കൊണ്ട് തട്ടിട്ട് നമ്മൾ അതിനകത്താണ് കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത്. ഹൈറ്റ് ഉണ്ടാക്കിയിട്ട് എന്നിട്ട് നമ്മൾ വീടിനകത്ത് കയറി വരുന്ന ചെമ്പല്ലി, കാരി പോലുള്ള മീനുകളെ ചൂണ്ടയിട്ട് പിടിച്ച് വീടിന്റെ അകത്ത് തന്നെ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നവനാട്ടോ എന്നെ കൊണ്ട് റൈഡിന് പോകുന്നത്. മരത്തിലോ? എന്നെ കൊണ്ട് ഈ കുട്ടനാട് മൊത്തം തൊഴിപ്പിക്കോ നീ? ഇത്രയും ഐറ്റംസ് കൊണ്ടുള്ള സിമ്പിളാണ്. ഇതാണ് സിമ്പിൾ അല്ലേ? നമുക്ക് അതിനുള്ള സ്റ്റാമിന ഇല്ല. എനിക്ക് പണിയാവും. ആയിക്കോട്ടെ. കുട്ടനാട് കാവാലത്ത് വള്ളത്തിൽ മാത്രം ചെന്നെത്താവുന്ന ഒരു കായൽ തുരുത്തിലെ ജിനുവിൻ്റെ വീട്ടിൽ താമസിച്ചതിൻ്റെ അടുത്ത ദിവസത്തെ കുറേ അനുഭവങ്ങളാണ് ഈ വീഡിയോയിൽ. ഞാൻ അഷ്റഫ് എക്സൽ. വെൽക്കം ടു റൂട്ട് റെക്കോർഡ്സ്. പിറ്റേ ദിവസം രാവിലെ എണീറ്റിട്ട് ജനലിൽ കൂടി പുറത്തേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ച ഇതാണ് കേട്ടോ. നല്ല ഭംഗിയിൽ പൂത്ത് നിൽക്കുന്ന ബോഗൻവില്ലയുടെ പശ്ചാത്തലത്തിൽ ശാന്തമായി കിടക്കുന്ന കായൽ, അതിൻ്റെ അക്കരെ തെങ്ങുകൾ, അതിൻ്റെ അപ്പുറത്ത് വിശാലമായി പരന്ന് കിടക്കുന്ന നെൽപ്പാടങ്ങൾ. കായലിലൂടെ കുറേ ആളുകൾ അവരവരുടെ വള്ളങ്ങളിൽ ജോലിക്കൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. താഴേക്ക് ഇറങ്ങി വന്നപ്പോഴേക്കും ഒരു കട്ടൻ ചായ കിട്ടി. ആ സിറ്റ് ഔട്ടിലിരുന്നിട്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുറകിൽ ജിനുവിൻ്റെ ബ്രദറും മോളും കൂടി കുളിക്കാനിറങ്ങിയത്. ഗുഡ് മോർണിംഗ്. ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങിയോ? ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങി. ഭക്ഷണമായില്ല. എനിക്ക് പിന്നെ ഇതിനകത്ത് എന്തും വെള്ളവും പെട്രോളും ഡീസലും എല്ലാം അറിയില്ലെങ്കിലും ഞാൻ കഴിക്കും. ഏത് പ്രതിസന്ധികളെയും ഏറ്റവും നല്ല അനുകൂലമായ സാഹചര്യത്തിലും ഇങ്ങനെ വളർന്ന് പന്തില്ല. അടിപൊളി. ഞങ്ങൾ കഴിക്കി. ഇത് കണ്ടോ, നമ്മൾ ഇന്നലെ വന്നപ്പോൾ അധികം ഒന്നും കണ്ടില്ല. ഒരു വീടിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഇത്രയും ചെറിയൊരു വഴിയാട്ടോ ഫ്രണ്ടിലുള്ളത്. ഇങ്ങനെ ഇവിടെ എങ്ങനെ നിങ്ങളെ കുട്ടികളിങ്ങനെ ഓടി കളിക്കുമ്പോൾ നിങ്ങൾക്ക് പേടിയൊന്നും ആവില്ല? ആ വീടായിരുന്നപ്പോൾ നമ്മൾ അതിൻ്റെ ചുറ്റും ഒരു പേര് കെട്ടി. ഓ, അന്ന് എന്നിട്ട് ഇങ്ങനെ ഇതുപോലെ കടമ്പ കടന്നേ പോകാൻ പറ്റത്തുള്ളൂ. അത് നമ്മൾ ലോക്ക് ചെയ്തു. ഒരു 3 പേര് അങ്ങനെ വളർന്നത്. അപ്പം നമുക്ക് എപ്പോഴും ഒരു ജാഗ്രത. നമ്മൾ അകത്താണല്ലോ നമ്മുടെ മനസ്സ് ഇവിടെ ഉണ്ടാവും. നമുക്കിങ്ങനെ കാണുമ്പോ ഒരു ചെറിയൊരു പേടി ഇങ്ങനെ തോന്നും കുട്ടികൾ ഇങ്ങനെ ഓടി കളിക്കുമ്പോ. ഇല്ല അല്ലേ? അങ്ങനെ അപകടം ഉണ്ടായിട്ടില്ല. ഓ, ഓക്കെ. അപ്പൊ ഇതാ 2 പേരും ഇവിടെ കുളിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. ജിനുവിന്റെ ബ്രദർ രാവിലെ നേരെ വന്ന് വെള്ളത്തിൽ ചാടും. നേരെ വന്ന് കാല് തെറ്റിയാൽ ആറ്റിലോട്ടാ വരുന്നത്. മമ്മി ഗുഡ് മോർണിംഗ്. എവിടെ പോണു? രാവിലെ തന്നെ സെറ്റ് ആയിട്ട് അനിയത്തിയുടെ വീട് വരെ ഒന്ന് പോകും. ജിതിൻ എന്താ ചെയ്യുന്നേ? ഞാൻ ഫാബ്രിക്കേറ്റർ ആണ്. വെൽഡർ കം ഫാബ്രിക്കേറ്റർ, സ്ട്രക്ചർ വർക്ക്. പിന്നെ നമ്മുടെ SWTD ബോട്ട് സർവീസ് അതിൽ ലാസ്കർ ആയിട്ട് പോകുന്നുണ്ട്. അതായത് നമ്മുടെ ബോട്ട് പിടിച്ചു കെട്ടുന്നത്, ബോട്ടിന്റെ പങ്കായത്തേൽ എന്തെങ്കിലും ചാക്കോ അല്ലെ അതുപോലുള്ള വേസ്റ്റ് സാധനങ്ങൾ പിടിച്ചാൽ അതെല്ലാം ഇറങ്ങി എടുത്ത് കളയുന്ന പറയുന്ന ജോലിയാണ്. ഇതെങ്ങനെ നീന്താനൊക്കെ പഠിക്കൽ പെട്ടെന്നുണ്ടോ കുട്ടികൾ? അത് നമ്മൾ നീന്തൽ പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ എന്തെങ്കിലും ഒരു പേടി വന്നു കഴിഞ്ഞാൽ പിന്നെ പിള്ളേർ വെള്ളത്തിൽ ഇറങ്ങും. അപ്പം പിള്ളേർക്ക് വെള്ളത്തിനോടുള്ള പേടി മാറിയതിനു ശേഷം നീന്തൽ പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസിയാണ്. തൊട്ടപ്പുറത്തെ വീടൊക്കെ ഉണ്ട് കേട്ടോ അവരുടെ അയൽവാസികൾ. ഈ ഒരു തുരുത്തില് ആകെ 3 വീടങ്ങാണ്ടാണുള്ളത്. ഗുഡ് മോർണിംഗ് ബ്രോ. ഗുഡ് മോർണിംഗ്. എന്താ പരിപാടി? അങ്ങനെ വെള്ളം കയറി? അതെ. ബ്രോന്റെ പേരെന്താണ്? അഖിൽ. ഇന്ന് മൊത്തത്തിൽ ഭയങ്കര മൂടലാണ് കേട്ടോ. ഒരു വെയിലൊന്നും കാണുന്നില്ല രാവിലെ. ഭയങ്കര ഒരു മഴക്കാറ് മൂടിയ പോലത്തെ അവസ്ഥയാണ്. ഇവിടെ കണ്ടോ, ഈ തെങ്ങിൻ്റെ മുകളിൽ ഒരാളിരിപ്പുണ്ട്. ഈ വീട്ടിലെ ചേട്ടൻ കണ്ടോ, ഒരു തെങ്ങ് ചെത്തുന്നതാണ്. ചെത്തിയിട്ട് അദ്ദേഹം ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ഇതിപ്പോൾ ചെത്താൻ കയറിയതാണല്ലേ? ഇനി എടുക്കുന്നതോ? രാവിലെ എത്തി വീട്ടിൽ. ഓക്കെ. അത് ഇന്നലെ ചെത്തിയതല്ലേ? ഇന്നലെ വൈകിട്ട് എത്തുക, രാവിലെ. ഓക്കെ. 3 നേരം.
3 നേരം ഉണ്ടാവും. 3 നേരം. ഇതെന്താ സംഗതി ഈ വെള്ള കളറിലുള്ളത്? ഏതാ അത് ഇതോ? ഇത് കരിവി. ഇതുകൊണ്ടാ തല്ലുന്നത്. ഇതെന്താ ശരിക്കും ഫൈബറോ? അല്ലല്ല, അത് എല്ലാം അത് ശരി. ഇതുകൊണ്ടാണ് അടിക്കുന്നത്. ഇതുകൊണ്ട് ആ, നിങ്ങളുടെ കൂടെ ഇനി മുകളിലേക്ക് വരാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഈ ചെത്തിനെ കാണാൻ മേളിൽ കയറാൻ പൊക്കം അങ്ങനെ കയറണ്ട. നിങ്ങളെങ്ങനെ ഇതിൽ കയറല്ലേ? ഇതാ ചവിട്ടി കയറും. അതേ ചവിട്ടി ഞാനും കയറൊക്കെ ചെയ്യും. ഇനി എപ്പോഴാണ് കയറുക? ഇനി ഉച്ചയ്ക്ക്. എത്ര മണിക്ക്? ഒരു 12:30 ആകും. 12:30. ചെറിയ അക്കരയ്ക്ക് വരുവാണെങ്കിൽ ചെറിയ തൈ ഉണ്ട്. ഉണ്ടോ? അതൊക്കെ അക്കരെ എന്ന് പറഞ്ഞാൽ എവിടെ? നേരെ അക്കരെ. എപ്പോഴാ പോവാ? ഒരു 12:30 ആകും. ഇവിടുന്നല്ലേ പുറപ്പെടുക? ഇവിടുന്ന്. അപ്പോൾ ഞാനിവിടെ ഉണ്ട്. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് ബാബു. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഞാൻ വരാം. ഓക്കെ. ഇതിപ്പോൾ ഷാപ്പിലേക്ക് കൊണ്ടുപോകും? ഷാപ്പിൽ 1/4 മണിക്കൂർ വരും. പോവും. വള്ളത്തിൽ കൊണ്ടുപോയിട്ട് വെള്ളത്തെ കൊണ്ടുപോയി ഏത് ഷാപ്പിൽ കൊടുക്കുക? 40 ഷാപ്പ്. ഡിച്ച് കൊള്ളില്ലേ? അതിൻ്റെ നേരെ നേരെ പടിഞ്ഞാറക്കര. ആ ചേട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള വീട്ടിൽ താമസിക്കുന്ന കേട്ടോ. അപ്പോൾ പുള്ളി ഇപ്പുറത്ത് ഏതോ ഒരു തുരുത്തിൽ ഒരു BSNLൻ്റെ ടവറിൻ്റെ പണി നടക്കുന്നുണ്ട് ഇത്രേ. അപ്പോൾ അങ്ങോട്ട് ആസാമിൽ നിന്നുള്ള ജോലിക്കാരെയും കൊണ്ട് പുള്ളി പോകുന്നതാണ്. ഓരോ സ്ഥലത്തെയും രാവിലത്തെ പരിപാടികൾ ഡിഫറെൻ്റ് ആണല്ലോ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അവിടെ ട്രാവൽ ചെയ്യുമ്പോഴും രാവിലെ നേരത്തെ എണീറ്റിട്ട് ഒന്ന് ആ സ്ഥലത്തൊന്ന് പുറത്തിറങ്ങി നടന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ ലൈവായിട്ടുള്ള കുറേ സംഭവങ്ങൾ കാണാൻ പറ്റും. രാവിലെ ഭയങ്കര രസമാണല്ലോ. ഇന്നൊരു വെയിലില്ലാത്തതിൻ്റെ ഒരു മങ്ങിയ ഒരവസ്ഥയാണ്. മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. നമുക്കൊന്ന് വിശദമായിട്ട് കാണാൻ പറ്റിയിട്ടില്ല, പറയൂ. അല്ല, നമുക്ക് എന്താ രാവിലെ പരിപാടി? രാവിലെ നമുക്ക് ഇപ്പൊ കുളിക്കാൻ ഇറങ്ങുന്ന കൂട്ടത്തിൽ മീൻ പിടിക്കാം. ബെയർ ഹാൻഡോട് മീൻ പിടിക്കുന്ന ടെക്നിക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അത് കാണിച്ചു തരാം. ആയിക്കോട്ടെ, പോവാണ്. ഇനിയിപ്പോ വൈകിട്ടാണോ വരിക? ഉച്ചയാകുമ്പോ എത്തും. ഓക്കെ. അന്തക്കെണ്ണം നമ്മുടെ ഉള്ളിലൊരു സംഭവം ഉണ്ട്, ഇതെല്ലാം ഓർമ്മപ്പെടുത്തുന്നത്. ഓക്കെ. എളുപ്പിനെ 4 മണിക്ക് എഴുന്നേക്കണം നമ്മൾ വിചാരിക്കും. പക്ഷെ 4 മണിക്ക് മുന്നേ ആ പുള്ളി നമ്മളെ പിടിക്കും. എന്തായിരുന്നു സംഭവം? ഇത് ഫോണാണ്. പിന്നെ അങ്ങനെയാണ്. ആയിക്കോട്ടെ, നിങ്ങൾ പോയിട്ട് വരും. അതാണ് ശരി. എന്താ അത്, ചോറാണോ? കുറച്ച് മീനൊക്കെ വരുത്തണം. കോഴീനെ വിളിച്ചു വരുത്തുന്ന പോലെയാണ്. എന്ത് മീനാ വരെ? എങ്ങനെ? ഇത് പരല്, വെള്ളത്തിൽ കുറുവ പോലുള്ള മീനുകളാണ്. ഇപ്പൊ മിക്കവാറും നമുക്ക് പരല കിട്ടാൻ സാധ്യതയുള്ള. കയ്യിലിങ്ങനെ ചോറ് വെക്കാൻ കയ്യില് ചോറ് വെച്ചിട്ട് ഇങ്ങനെ മുങ്ങുകയാണ് ചെയ്യുന്നല്ലേ? അത് കൊള്ളാലോ പരിപാടി. ഇങ്ങനെയൊക്കെ മീൻ പിടിക്കാൻ ആൾക്കാർ കേട്ടോ. അതാ, അത് ശരിക്കും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ഇങ്ങനെ. അത്യാവശ്യം വലിയ മീനാണല്ലോ. ഇത് നോക്ക്, ജസ്റ്റ് കൈ കൊണ്ട് മീൻ പിടിച്ചായിരുന്നു. കുറച്ച് ചോറെടുക്കുന്നു, അത് കൈ പിടിച്ചിട്ട് മുങ്ങുന്നു, എന്നിട്ട് മീനെയും കൊണ്ട് പൊങ്ങുന്നു. മീനുകൾ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മൾ കുറച്ചുകൂടെ ഇങ്ങനെ ചോറിട്ട് അങ്ങനെ ആ ഭാഗത്തേക്ക് മീനുകൾ എത്താൻ വേണ്ടി കുറച്ച് ചോറിടണം അല്ലേ? എല്ലാവരും വരിയായിട്ട് പല്ല് വെക്കാണല്ലോ. സാധാരണ കിട്ടുന്ന അത്ര കിട്ടുന്നില്ല. അപ്പോൾ പുള്ളി ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് പൊങ്ങി കണ്ടിട്ട് പറഞ്ഞു ഇനി കിട്ടുന്നു പറഞ്ഞിട്ട് മുങ്ങിയപ്പോൾ തന്നെ കിട്ടിയാലോ. 2 എണ്ണം ഒരുമിച്ചോ? ചിലപ്പോൾ നിങ്ങളെ കണ്ടിട്ടുണ്ടാവും. ഞാനിങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ചുമ്മാ ആക്ട് ചെയ്യുന്നതാണെന്ന്. ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് ഇങ്ങനെ മീൻ പിടിക്കുന്നത്. കലയും കിടക്കുക അല്ലേ? ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ അണ്ടർ വാട്ടർ വിഷ്വൽ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഗോപ്രോ എടുത്ത് കൊണ്ടുവന്നു. പക്ഷേ വെള്ളം കലയും കിടക്കുക, മുക്കിക്കഴിഞ്ഞാൽ ഒന്നും കാണൂല. ഇതിലെടുത്തിട്ട് കൈ 2 കൂടി ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ പിടിക്കും. ഇത് ഉണ്ടോ? എന്നിട്ട് ഈ 2 വിരൽ ഇങ്ങനെ അനക്കുമ്പോൾ ചോറ് നേരെ വന്നു കഴിഞ്ഞാൽ ഇതുണ്ടോ ഇങ്ങനോട്ട് മുക്കിയ. ഇതുണ്ടോ ഇങ്ങനെ മുക്കിയ. ഈ 2 വിരൽ ഇങ്ങനെ അനക്കിയ. ഇതുണ്ടോ ഇനി ചോറ് ഇതിലെ ചാടി വരും. അപ്പോൾ നമ്മൾ ഇങ്ങനെ പിടിക്കും. ഇതിൻ്റെ വേറൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 1-2 മീനോ അല്ലെങ്കിൽ മാക്സിമം 5 മീനൊക്കെ കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് ഈ 5 മീൻ ഈ ചോറ് മൊത്തം തിന്ന് തീർക്കില്ല. നമ്മൾ കൈ പൊങ്ങിപ്പോരുന്ന സമയത്ത് ഈ ബാക്കി ചോറോടെ ഡെപ്പോസിറ്റ് ആവും. ബാക്കി മീനുകൾ കൂടെ നിന്ന് ആൾക്കാർ കയറി പോകുന്ന അറിയൂല, അവരവിടെ തിന്നുകൊണ്ടേയിരിക്കും. അപ്പൊ പിന്നെ കുറെ മീൻ ഇങ്ങനെ വന്നോണ്ടേയിരിക്കും. ചോറ് വീഴുന്ന അനുസരിച്ച് നമ്മൾ പിടിച്ചോണ്ടേയിരിക്കും. അതാണ് എന്റെ പ്രത്യേകത. സമയത്ത് കുറെ കിട്ടും. എന്നെ കളിയാക്കിയ ടീംസൊക്കെ ഉണ്ട്.
ഇതിങ്ങനെ ഫേക്ക് ആണെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോയിലിട്ടിട്ട്. വീഡിയോയിലല്ല, നാട്ടിലൊക്കെ തന്നെ. അങ്ങനെ അവരുടെ കടവിൽ ഇറങ്ങി അവരുടെ വീട്ടിൽ നിന്ന് ചോറ് മേടിച്ച് 2 കിലോ മീൻ പിടിച്ച് അവിടെ തന്നെ കൊടുത്ത്. അങ്ങനെ തെളിയിച്ചു. ഇതിപ്പോ കണ്ടോ, ഇന്ന് ഏറ്റവും കുറവ് കിട്ടുന്ന ദിവസമാണ്. പക്ഷെ എന്നാലും കുറച്ച് സമയം കൊണ്ട് ഇത്രയും മീനിനെ പിടിച്ചു. ജിനു കുളിക്കാൻ വേണ്ടി ചാടിയതാണ്. ആ കൂട്ടത്തിൽ കുറച്ച് സമയം ഒന്ന് നീന്തുകയും ചെയ്യും. നല്ലൊരു എക്സസൈസ് ആണല്ലോ. അങ്ങനെ ജിനു ചാടിയത് കണ്ടപ്പോൾ എനിക്കും ഒരാഗ്രഹം കേട്ടോ. ഇങ്ങനെ ഈ കായലിൻ്റെ തീരത്തുള്ളൊരു വീട്ടിൽ വന്ന് താമസിച്ചിട്ട് രാവിലെ എണീച്ചിട്ട് ഇങ്ങനെ ഈ കായലിൻ്റെ തീരത്ത് ഇങ്ങനെ ഇത്രയും സമയം ചിലവഴിച്ചിട്ട് ഇതിനകത്തൊന്ന് ചാടി നീന്തിയില്ലെങ്കിൽ മോശമല്ലേ? നല്ലൊരു ചാൻസ് അല്ലേ? അപ്പോൾ ഞാനും എന്തായാലും ഒന്ന് നീന്തി വരാൻ തീരുമാനിച്ചിട്ട് ഇറങ്ങിയിട്ടോ. നമുക്ക് അവർ നീന്തുന്ന പോലെ ഒന്നും പറ്റില്ല. ജിനുവിനോട് ഞാൻ ചോദിച്ചിരുന്നു ചാടിയതിന് മുമ്പ് എത്രത്തോളം ആഴുണ്ടെന്നൊക്കെ. അപ്പോൾ നമ്മൾ ഈ ഇറങ്ങുന്ന ഭാഗത്ത് വലിയൊരു ആഴമൊന്നുമില്ല, പക്ഷേ അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ആഴുണ്ട് ഇത്രേ. അപ്പം ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറച്ച് ദൂരം നീന്തിപ്പോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്ന് കയറി കേട്ടോ. കക്ക ഇവിടെയൊക്കെ ഉണ്ട് സാധനം അല്ലേ? അപ്പം ഞങ്ങൾ ഈ വഴിക്ക് എന്തെങ്കിലും അങ്ങനെ പോയിട്ട് കുറേ അപ്പുറത്ത് പോയിട്ടാണല്ലോ കക്ക വാരിയത്. ഓരോരുത്തർക്കും ഓരോ പ്ലേസ് ഉണ്ട്. അങ്ങനെ പോകുന്നതാണ്. അല്ല, നമ്മൾ എഴുതി കൊടുത്തേക്കുന്നതല്ല, നമ്മൾ തപ്പി പോകുന്നതും ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് പോകുന്നതും ഉണ്ടെന്ന് ഉറപ്പുള്ള സ്ഥലത്ത് പോയി എടുക്കുന്നത്. അങ്ങനെ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾക്കൊക്കെ കുറച്ച് കക്ക വായിക്കണം തോന്നിയാ നേരെ മുമ്പില് പെറുക്കി എടുക്കുക, അത്രേ ഉള്ളൂ പണി. അതാണ് കുട്ടനാട്ടിലെ ഏറ്റവും വലിയ പ്രത്യേകത. എല്ലാം ഉണ്ട്, വെള്ളമില്ല, വെള്ളം ഇഷ്ടം പോലെ ഉണ്ട്. ചുറ്റും വെള്ളമാണ്, പക്ഷെ കുടിക്കാനുള്ള വെള്ളമല്ല. അത് മാത്രമേ ഉള്ളൂ ഇവിടെ പ്രശ്നം, ഒരു ബുദ്ധിമുട്ടുള്ളത്. പിന്നെ നമ്മുടെ നാട്ടിൽ അധ്വാനിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഏത് അഭ്യസ്ത വിദ്യനും ചെയ്യാവുന്ന പണി തന്നെയാണ് കൃഷി. പക്ഷെ പണിയെടുക്കണം. നമ്മുടെ വെള്ള ഷർട്ടിൽ ചുളുക്ക വീഴാൻ പാടില്ല, വെള്ള ഷർട്ടിൽ ഇച്ചിരി അഴുക്ക് വീഴാൻ പാടില്ല. സത്യം നമ്മൾ പാടത്ത് വെള്ള ഷർട്ട് ഇട്ടല്ല ഇറങ്ങുന്നത്, നമ്മൾ മുഷിഞ്ഞ ഷർട്ട് ഇട്ടായിരിക്കും ഇറങ്ങുന്നത്. പക്ഷെ ആ മുഷിഞ്ഞ ഷർട്ട് ഇടാനുള്ള മനസ്സുണ്ടായിരുന്നു. നമ്മളും പഠിച്ച ആളാണ്. ഞാൻ ഡിപ്ലോമ ഇലക്ട്രോണിക്സ്. അതായത് ഞാൻ അത്ലറ്റ് ആയിരുന്നു. അതിന്റെ ബേസിൽ അവിചാരിതമായി വന്നുപെട്ട പരിശീലന മേഖലയാണ്. പരിശീലനം കൊടുക്കും. ജീവിത മനോഹരമാണ്. ആ ഒരു ഇതാണ്, ആറ്റിറ്റ്യൂഡാണ് അടിപൊളി. എന്റെ സഹോ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, ലൈഫ് ഒന്നേ ഉള്ളൂ. കുറേ സമ്പാദിച്ചു കൂട്ടുന്നതിൽ അർത്ഥമില്ല. കടമില്ലാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. നമുക്ക് അത്യാവശ്യത്തിന് പണം വേണം, ആവശ്യത്തിന് പണം വേണം. നമുക്ക് എന്തെങ്കിലും എമർജൻസി വന്നാലും പണം വേണം. അതിനുള്ളത് നമ്മൾ സമാഹരിച്ചാൽ മതി. ഹാപ്പി ആയിട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പൊ ഒന്ന് മുങ്ങി തരട്ടെ. ആയിക്കോട്ടെ. ഇവരൊക്കെ 10-11 കിലോമീറ്റർ കയാക്കൊക്കെ തുഴയുന്ന ആൾക്കാരാണ്. അവർ പോകുന്നത് ഞാൻ പോയി കഴിഞ്ഞാലേ നമുക്ക് അതിനുള്ള സ്റ്റാമിന ഇല്ല. എനിക്ക് പണിയാവും. പുള്ളിക്ക് കുറച്ച് ബുദ്ധിമുട്ടാവും. പുള്ളിക്കാണെങ്കിൽ മോളെ സ്കൂളിൽ കൊണ്ട് വിടാൻ വേണം. നമ്മൾ ഒരുമിച്ചല്ലേ പോകുന്നത്? നമുക്ക് പോവാം. പോയിട്ടാ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ സമയം പോയത്, ശ്രദ്ധിച്ചില്ല. അപ്പോൾ മോൾക്ക് ഇന്ന് പരീക്ഷ ഉണ്ട്, കൂട്ടുകാർക്കൊന്നും ഇന്നില്ല. സാധാരണ എല്ലാവരും കൂടി ആകുമ്പോൾ സർക്കാരിൻ്റെ ബോട്ടുണ്ട്. അപ്പോൾ ആ ബോട്ട് ആ വഴിക്ക് വരും. ഇവരുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ജെട്ടി ഉണ്ട്, അവിടെ വന്നിട്ട് ഇവർ ആ സർക്കാർ ബോട്ടിൽ കയറിയിട്ടാണ് സ്കൂളിൽ പോകാറുള്ളത്. പക്ഷെ ഇന്ന് മോൾ ഒറ്റക്കായത് കാരണം കൊണ്ടുവിടാന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് സമയം വൈകി. അപ്പോൾ പെട്ടെന്ന് കയറിയിട്ട് ഞാൻ ബാത്റൂമിൽ പോയി കുളിച്ച് ഞങ്ങളിപ്പോൾ മോളെയും കൊണ്ട് സ്കൂളിലേക്ക് വിടാൻ വേണ്ടി പോവുകയാണ്. ഇത് കണ്ടോ, ഞാൻ നോക്കുമ്പോൾ ഇവിടെ കുറേ പാത്രങ്ങളൊക്കെ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്ന് കഴിച്ചില്ലല്ലോ, ഇനി തിരിച്ചു വരുമ്പോഴത്തേക്ക് വൈകൂല. അപ്പോൾ ഇതിനകത്ത് എടുത്ത് വെച്ചേക്കും കേട്ടോ. അപ്പം ഇനി മോളെ വിട്ടിട്ടോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ കഴിക്കാം. ഈ ബോട്ട് ഒരു പ്രത്യേകം ഉണ്ടാക്കിയാണ് കേട്ടോ. നമ്മുടെ കാശ്മീരിലെ ഷിക്കാര വള്ളമൊക്കെ അല്ലേ, അതുപോലെ നമുക്കിങ്ങനെ കടന്നിട്ടൊക്കെ യാത്ര ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ടൂറിസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവർ ഒരു 10-12 പേർക്കൊക്കെ യാത്ര ചെയ്യാൻ പറ്റിയ ബോട്ടാണ്. ഇവർ ഈ സ്ഥലം മൊത്തം ഇതിനകത്ത് കൊണ്ടുപോയി കറക്കി കാണിച്ചു കൊടുക്കുന്ന സംവിധാനമൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സൈഡിലും അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലൊക്കെ നമുക്ക് ഇങ്ങനെ കുറേ വീടുകളൊക്കെ കാണാം കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ബോട്ട് ജെട്ടികൾ കാണാൻ പറ്റും. അപ്പോൾ സ്വന്തമായിട്ട് ഇങ്ങനെ വള്ളം ബോട്ടൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ഈ സർക്കാരിൻ്റെ ബോട്ട് സർവീസ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബോട്ടുകൾ ഇങ്ങനെ നിശ്ചിത ഇടവേളകളിൽ ഓടിക്കൊണ്ടിരിക്കും. ഈ ഭാഗത്തേക്ക് റോഡുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷെ ഇവിടെയൊക്കെ ഈ കായൽ തീരങ്ങളിൽ നിറയെ വീടുകളുണ്ട്. അവസാനം നമ്മൾ ആ ബോട്ടിനെ ഓവർടേക്ക് ചെയ്തിട്ടാ കേട്ടോ. ആ ബോട്ടിലായിരുന്നു ശരിക്കും കുട്ടികൾ വരേണ്ടിയിരുന്നത്. അപ്പോൾ മോൾ ഒറ്റക്കായത് കാരണം നമ്മൾ കൊണ്ടുവിടാൻ വേണ്ടി വന്നതാണ്. ശരിക്കും ഈ മക്കളെ കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഈ ബോട്ട് അങ്ങോട്ട് വരുന്നത്. അവിടുന്ന് വേറെ അധികം പാസഞ്ചേഴ്സൊന്നും ഇല്ല.
അവർക്കിപ്പോൾ ആ ജെട്ടിക്ക് അപ്രോച്ച് ചെയ്യണ്ടല്ലേ. അപ്പോൾ നമ്മൾ മുമ്പിൽ പോയപ്പോഴേ അവർ ഹോൺ അടിച്ചിട്ട് നമ്മളെ അറിയിച്ചിട്ട് നമ്മളോട് സൈഡാക്കാൻ പറഞ്ഞ് ഇപ്പോൾ അത് അവർ ആ ജെട്ടിയിലേക്ക് എത്തി. കണ്ടോ, അതിൽ നിന്ന് ഇറങ്ങുന്നതൊക്കെ കുട്ടികളാണ്, ഈ സ്കൂളിലേക്കുള്ള കുട്ടികളാണ്. സ്കൂൾ ഇവിടെ തന്നെയല്ലേ, കണക്കും മലയാളം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഇന്ന് പരീക്ഷ അല്ലാത്ത പിള്ളേരെ വെള്ളത്തിൽ നീന്തി കളിക്കുന്നുണ്ട്, വരുന്ന വഴിക്ക് കണ്ടതാണ്. പിന്നെ നമ്മൾ ഇത് കണ്ടിട്ടോ, തട്ടാശ്ശേരി എന്ന് പറയുന്ന ഒരു ജംഗ്ഷൻ, അതായത് ഇവിടെയുള്ള ആൾക്കാരുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു അങ്ങാടിയാണ്. അവരെന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാനും കാര്യമായിട്ട് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാനും പിന്നെ ഇവരൊക്കെ മീൻ വിൽക്കാനൊക്കെ പോകുന്നത് അവിടെയാണ്. അപ്പുറം ഇപ്പുറം കാവാലാണ്. അപ്പോൾ അതിനെ കണക്ട് ചെയ്യുന്ന രീതിയിൽ അവിടെ ഒരു ജങ്കാർ സർവീസ് ഉണ്ട്. അവിടെ ഒരു പാലം വരണമെന്നുള്ള ആവശ്യം കുറേ കാലമായിട്ടുണ്ട്, പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല. ബാങ്കുകളും അങ്ങനെയുള്ള കുറച്ച് കാര്യപ്പെട്ട ആവശ്യങ്ങൾക്കൊക്കെ ഇവരെല്ലാവരും ആശ്രയിക്കുന്ന ഒരു ജംഗ്ഷനാണ് തട്ടാശ്ശേരി. അപ്പോൾ മോളെ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ട് ഇതിന് തിരിച്ചു വന്നിട്ടോ നമ്മൾ പുറപ്പെട്ടു. ഇവിടെ കണ്ടോ, സെൻറ്റ് തെരേസാസ് ചർച്ച് കാവാലം, നല്ല ഭംഗിയില്ലേ, കായൽ തീരത്തൊരു പള്ളി ഇങ്ങനെ നിൽക്കുന്നതാണ്. നമ്മളപ്പോൾ ജസ്റ്റ് ഇവിടെ ഒന്ന് കറങ്ങി നടന്നിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. ഈ ബോട്ട് ആണോ അത്? ദേശീയ ആരോഗ്യ ദൗത്യം ആലപ്പുഴ. ഇത് കണ്ടോ, മൊബൈൽ ഡിസ്പെൻസറി അത്രേ. അതായത് ഈ യാത്രാ സൗകര്യങ്ങൾ കുറവായതുകൊണ്ട് ചെറിയ ചെറിയ അസുഖങ്ങൾക്കൊക്കെ ഒന്ന് പെട്ടെന്ന് അവർക്ക് പോകാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ഷെഡ്യൂൾ വെച്ചിട്ട് ഇങ്ങനെ ഓരോ വീടുകളുടെയും ഭാഗത്തുകൂടെ വരുത്തറേ ഈ മൊബൈൽ ഡിസ്പെൻസറി. നല്ല സൗകര്യം അല്ലേ. ഈ ഭാഗം കണ്ടോ, മൂലേശ്ശേരി എന്ന് പറയുന്ന ഈ ഒരു ഭാഗം ഒരുപാട് സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് കേട്ടോ. അതായത് ഇപ്പോൾ വെനീസിലെ വ്യാപാരിയിൽ പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും, അതുപോലെ കണ്ണെഴുതി പൊട്ടും തൊട്ട്, കരുമാടിക്കുട്ടൻ, പിന്നെ ഇപ്പോൾ ആമേൻ സിനിമയിലെ ആ ബാൻഡ് സംഘത്തിൻ്റെ ഓഫീസായിട്ട് കാണുന്ന കേട്ടോ ആ ഒരു കെട്ടിടം. അങ്ങനെ ഒരുപാട് സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ള ലൊക്കേഷൻസാണിത്. തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മൾ തട്ടാശ്ശേരിയിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അവിടെ ഒരു കടയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു, പിന്നെ അവിടുന്ന് സർബത്തും കുടിച്ചു. അതിന് ശേഷം വീട്ടിലേക്ക് തന്നെ പുറപ്പെട്ടു. പോണ വഴിക്കാണ് ഒരു കുളിക്കളവിൽ ഒരു ചേട്ടൻ കണ്ടത്. എന്താ ഷോ സെറ്റ്. എന്താ പേര്? എന്താ പറഞ്ഞേ? സിജോ ചേട്ടന്റെ ഇറച്ചിക്കടയാണെന്ന്. ആശാനോ? ബോഡി ബിൽഡറാണ് അത്രേ. എവിടെയായിരുന്നു? അബുദാബിയിലായിരുന്നു. നാട്ടിൽ വന്നിട്ട് ഇവര് തമ്മിൽ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വന്നതാണ്. എന്താ വിശേഷം? ദുബായ് പോയിട്ട് ഈ ബോഡി ഇതേപോലെ ഉണ്ടല്ലോ. അല്ല, ഗൾഫിൽ പോയിട്ടും ബോഡി അതേപോലെ ഉണ്ടല്ലോ. ആണോ? ഇവിടെ ഒന്നും ഇല്ലായിരുന്നു, ഇവിടെ നാട്ടിലൊന്നും ഇല്ലായിരുന്നു. പിന്നെ എന്നാണ്ട് വിശേഷം? അതാ ഞാൻ പിന്നെ തോന്നി എനിക്ക് നീ വരുന്നതും പോകുന്നതൊക്കെ പെട്ടെന്നാ. നിങ്ങളൊക്കെ കണ്ടിട്ടാ തോന്നി ഇപ്പൊ ഇവരൊന്നും കഴിക്കുന്നില്ല. ഇതുപോലെ ആവണമെന്നാ. കഴിക്കുന്നില്ല. ഞാൻ വെയിറ്റ് കൊടുത്തില്ല, 9 കിലോ കുറച്ച്. പിന്നെയും അപ്പുറം ഇപ്പുറമൊക്കെ മീൻ പിടിക്കാൻ ഇരിക്കുന്നവരോടൊക്കെ കുശലം പറഞ്ഞും കരയിലെ കാഴ്ചകൾ കണ്ടും എന്തോ വീട് പണിക്കാൻ മറ്റോ വേണ്ടിയിട്ട് വെള്ളത്തിൽ കരിങ്കല്ലൊക്കെ കൊണ്ടുപോകുന്നതും കണ്ടിട്ട് നമ്മൾ അങ്ങനെ പോയി. ഇവിടെ കണ്ടോ, നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ടതന്നെയാണ് ഒരു ഷാപ്പിൻ്റെ ബോർഡൊക്കെ ഉണ്ട്. അവിടെ എന്തോ ഒരു കളി നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു, നാടൻ കളി. അതൊന്ന് പോയിട്ട് കാണാം. നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഇരിക്കാൻ കേട്ടോ. ഇതിന് വീട്ടിൽ പോയിട്ട് തന്നെ കഴിക്കേണ്ടി വരും, സമയം കിട്ടണ്ടേ. നമ്മളുള്ള സമയത്ത് ഇവിടുത്തെ കാഴ്ചകൾ കാണുമോ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമോ. ഷാപ്പിൻ്റെ മുറ്റത്താണ് കേട്ടോ കളി നടക്കുന്നത്. എന്താ അതിൻ്റെ പേര്? 8 കളിയാ? നോക്കി വെക്കാം നമുക്ക്. ഹായ്, ആണോ? സന്തോഷം. നേരിട്ട് കാണാൻ ഭയങ്കര ആഗ്രഹം. പേരെന്താണ്? എൻ്റെ പേര് സന്തോഷ്. ഓക്കെ. എന്താ ശരിക്കും ഇത് എന്ത് കളിയാ? 8 കളി. ഇതിനെന്താ പേര്? ഇതിന് 8 പറയും. 8 നമ്മളെ 4 ഉള്ളൂ. 8 പറയുക. ഓക്കെ, കളി എങ്ങനെയാ? ഇങ്ങനെ കളിക്കുക. കണ്ടോണം. ഓക്കെ, ഇനി അടുത്ത ആളുണ്ട്. ഓക്കെ, ഈക്വലായി. വരണം, അതിന്റെ മേളിൽ വരണം. ഓ അങ്ങനെ. 12 4 ഉണ്ട്. 4 പേരെ പുള്ളി ജയിച്ചു. കഴിഞ്ഞിട്ടില്ല. ഓ അങ്ങനെ. ഇനി അടുത്ത കളിക്ക്. അപ്പൊ അങ്ങനെയാണ് കളി. ഏറ്റവും കൂടുതൽ കിട്ടിയ ആള് ജയിക്കും അല്ലേ? കളി അവിടെ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് അതിൻ്റെ അടിയിൽ നിന്ന് ഒരു രാജേഷ് ചേട്ടനെ കിട്ടി. ഞാൻ അന്വേഷിച്ച് നടക്കുന്നതായിരുന്നു ഒരു താറാവ് കൃഷിക്കാരനെ. അതായത് താറാവ് കൃഷി നമ്മളിവിടെ വ്യാപകമായിട്ടുള്ളത് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയണം, കാണണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഈ സമയത്ത് പറ്റില്ല അല്ലേ? ഇത് ഞാൻ എൻ്റെ അപ്പൻ്റെ കാലം മുതൽ തലമുറയായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് അത് എൻ്റെ തറവാട്.
ഈ തലമുറയായിട്ട് ചെയ്ത ബിസിനസ്സാണ് മുത്തച്ഛൻ്റെ കാലം പോലെ. ഇതാ ഫീൽഡ്. എന്താ ശരിക്കും നിങ്ങളെ ആക്ടിവിറ്റി എന്താ ചെയ്യുന്നത്? ഞാനിപ്പോഴും താറാവ് വളർത്തുക, കൊടുക്കുക, കർണാടക തമിഴ്നാട് കറങ്ങിക്കൊണ്ടേ ഈ താറാവിനെ കുട്ടികളെ കൊണ്ടുവരും, കുട്ടികളെ കൊണ്ടുവരും, എടുക്കാൻ കൊടുക്കും, പലരും വളർത്താൻ കൊടുക്കും. ഈ തമിഴ്നാടുമായിട്ട് ടച്ച് എല്ലാ തമിഴന്മാരും ഇവിടെ കൊണ്ടുവരും, അവിടെ ടച്ചുമായിട്ട്. ഞാൻ ഇന്ന് രാവിലെ വന്നതേ ഉള്ളൂ. എവിടുന്ന്? തൃശ്ശൂർ തൊട്ട് മൈസൂർ താറ കിടക്കും. എൻ്റെ അതെ, മൈസൂർ ചിറ്റൂർ സ്ഥലത്ത് താറ കിടക്കുക. താറാവുണ്ട്. ഇവിടെ വന്നപ്പം ഇവരെ കണ്ടപ്പം ഇതൊക്കെ അറിയാം. എൻ്റെ പാരമ്പര്യമായിട്ട് തൊഴിൽ ഈ താറാ കൃഷി. ഹലോ. അല്ലാതെ ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളു ചെയ്യുന്നത്. എന്റെ അപ്പനോ അവർക്ക് നിർത്തി. ഓക്കെ, അപ്പൊ ആയിക്കോട്ടെ, സന്തോഷം. ഞാൻ വരാം, ഞാൻ വന്ന് നിങ്ങളെ ബുദ്ധിമുട്ടിക്കും. എപ്പോഴും വിളിച്ചാൽ മതി. ആയിക്കോട്ടെ, ശരി. പേരെന്നാ? അഷ്റഫ്. അഷ്റഫ് എവിടെ സ്ഥലം? പാലക്കാട്. പോയി. ഇനിയിപ്പോ അങ്ങനെ നമ്മൾ ആ കളി കാണാൻ വന്നപ്പോൾ അവിടുന്ന് കണ്ട സന്തോഷേട്ടൻ, അദ്ദേഹത്തിന് കള്ളിച്ചെത്താണ് ജോലി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഇങ്ങോട്ട് പോകുന്നുണ്ടോ നമ്മൾ. ഇപ്പോൾ ഇനി ചെത്താൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ചെറിയ തെങ്ങാണെങ്കിൽ എനിക്ക് കാണാവുന്ന രീതിയിലാണെങ്കിൽ ഞാനും വരട്ടെ എന്ന് ചോദിച്ചാണ്. എനിക്ക് കയറാൻ പറ്റുമോ? ഓക്കെ, നിങ്ങൾ കയറിയതിന് ശേഷം ഞാൻ വരാം. ഇല്ല, ഇരിക്കാൻ പറ്റുമോ? ഇതിന്റെ കാലം ഇത്തിരി ബലം കൊടുക്കരുത്, നമ്മൾ ശ്വാസം പിടിച്ച് വെക്കണം. അങ്ങനെ. ഇതിപ്പോ ചെത്തിയതാ? ചെത്തിട്ട് പോയതാ ഞാൻ. ഓക്കെ. ഇതിലിരിക്കാനും കുറച്ച് ടെക്നിക്ക് വേണം കേട്ടോ, അല്ലേ? ഫുള്ള് വെയിറ്റ് ഒരു മടലിൽ കൊടുത്തു കഴിഞ്ഞാൽ പോകൂല്ലേ? ഫുള്ള് നമ്മള് ഇപ്പൊ ഞാൻ ഇരിക്കുന്നില്ലേ, ഇവിടെ ഒരു വെയിറ്റ് പോകുന്നുണ്ട്, ഇവിടെ ഒരു വെയിറ്റ് പോകുന്നുണ്ട്, അങ്ങനെ ആയിട്ടാ കയ്യിലും. ഓക്കെ. ഓല മാറിയൊക്കെ. ഓക്കെ, ഇതെന്താ ശരിക്കും ചെയ്യാൻ പോകുന്നത്? ഒലക്കേട് മാറുകയാണ്. എന്താ തേക്കുന്നത്? ചെളി തേച്ച്. ചെളി തേച്ചു. ഇങ്ങനെ ഓല കടിച്ച് ഇവിടെ കെട്ടും. ഇത് വഴിയാണ് കള്ള് വരുന്നത്. ടൈറ്റാക്കി കത്തിപ്പിടി ഇട്ട് ഇങ്ങനെ മുറുക്കുക. ഓക്കെ. ഓല അത്രയൊക്കെ ടൈറ്റ് ആവും? പിന്നെ പൊട്ടൂല അല്ലേ? പൊട്ടത്തില്ലേ? പൊട്ടും, നമ്മൾ പൊട്ടുന്ന പ്രതീക്ഷ വേണം വലിക്കാൻ. അങ്ങനെ പൊട്ടിയാൽ നമ്മുടെ കൈ മുറിയും. ചെത്ത് വേണം. ഇത് അതിന്റെ കാല് കുഴപ്പമില്ലല്ലോ. ഇതാണ് ചെത്തല്ലേ? അതെ, ലൈവ് ടെലികാസ്റ്റ് ആണ്. അവിടെ പോകുന്നൊരു ചേട്ടൻ വിളിച്ചു ചോദിക്കാണ്. വീണ്ടും ചളി തേക്കാം. ഈ കള്ള് ഇങ്ങനെ ചെളി തേക്കുന്ന എന്തിനറിയോ? കള്ളിൽ കറക്റ്റായിട്ട് നമുക്ക് നേരെ ഇങ്ങനെ ഈ മട്ടത്തിലേക്ക് വീഴണമെങ്കിൽ ഈ ഹോളുകൾ ഇങ്ങനെ അടച്ചു. ഓക്കെ, അതാണ് സംഭവം. അതിന് വേണ്ടിയാ, വേറെ ഗുണമൊന്നുമില്ല. ഇനി ഏത് വഴിയാ എറ്റി വീഴുന്നത്? എറ്റി വീഴുന്ന കണ്ടോണോ? നോക്കിക്കോണം. പൊടുപൊടാന്ന് വീഴും. തെളിച്ചു കൊടുക്കണം. തേണ്ട നോക്കി തുടങ്ങിയോ? ഓക്കെ. വീണു തുടങ്ങിയില്ലേ? ഇതിങ്ങനെ വീണോണ്ടിരിക്കും. ഓക്കെ. ഇനിയിപ്പോ ഇത് വെച്ച് കൊടുക്കും അല്ലേ? പാത്രം മാട്ടം എന്താ പറയാ? ഇതിന് മാട്ടം എന്നാ പറയുന്നത്. മാട്ടം. അങ്ങനെ കുളത്തി വെച്ച് കൊടുക്കും. അപ്പൊ ഇത് ഇനിയിപ്പോ എപ്പോഴാണ് ഇത് എടുക്കുക? വൈകിട്ട് ഒരു 6-7 മണിയൊക്കെ കഴിയുമ്പോൾ. 7 മണി കഴിയുമ്പോൾ. ഇപ്പൊ ഈ ഒരു ഇതിനെന്താ പറയാ, ഒരു കൊലയാണ് മാട്ടം. ഇതിന് ഒരു 2 ലിറ്റർ കള്ള് കിട്ടും. 2 ലിറ്റർ കള്ളതിനകത്ത് കൊള്ളുമോ? രാവിലെ ഈ സൈഡിൽ ഇതിനകത്ത് കറക്റ്റ് 2 ലിറ്റർ കള്ള് ആണല്ലേ? അതുപോലെ എല്ലാത്തിനും കിട്ടത്തില്ല, ഈ തെങ്ങന്ന് കിട്ടുന്നുണ്ട്. എനിക്ക് രാവിലെ 2 ലിറ്റർ കള്ളാ. ഓക്കെ. ഇറങ്ങാല്ലേ? ഇറങ്ങാം. സൂക്ഷിച്ചു വേണം, ശ്വാസം പിടിച്ചു വേണം. മനസ്സിലായി. എങ്ങനെ? ഇതൊക്കെ മാട്ടം നിറഞ്ഞ് കള്ളി ഞാൻ ഊറ്റിക്കൊണ്ട് പോയോ? ഓക്കെ. ഇനി ഇത് എപ്പോഴെടുക്കുക? രാവിലെ വൈകിട്ട് ഒരു 7-8 ആകുമ്പോഴേ ഇതേക്ക് ഇറക്കും. ഇത് ഇന്ന് വൈകിട്ട് തന്നെ എടുക്കും? വൈകിട്ടും ചെത്തു. പിന്നെ അപ്പോൾ എത്ര? 3 നേരം? 3 നേരം ചെത്തു? 3 നേരം തന്നെ കള്ള് എടുത്തുള്ളൂ. അപ്പോൾ 3 നേരം എത്ര തെങ്ങ് എത്തുന്നുണ്ട്? എനിക്ക് 10 ഉണ്ട്. 10 തെങ്ങ് 3 നേരം ചെത്തുമ്പോൾ 10 20-25-30 ലിറ്റർ കള്ള വരും. ഒരു നേരത്താ? കൂടുതലാ. അല്ല, 2 നേരം കൂടെ. മൊത്തത്തില് ഒരു ദിവസം 25 ലിറ്റർ വെള്ളം. 2 നേരം കൂടെ 30 ലിറ്റർ കള്ള വരും. 30 ലിറ്റർ. ഇതിന്റെ ഒരു രീതി എങ്ങനെ? ഈ തെങ്ങ് വേറെ ആൾക്കാരതല്ലേ? തെങ്ങ് ഈ വീട്ടിലേ. അപ്പോൾ അവർക്ക് നിങ്ങൾ പൈസ കൊടുക്കും? അവർക്ക് മാസം 600 രൂപ പാട്ടം. ഒരു മാസം ഒരു തെങ്ങിന് 600 രൂപ. നിങ്ങൾ സെക്യൂരിറ്റി കൊടുത്തിട്ടുണ്ട്. 5000 രൂപ സെക്യൂരിറ്റി കൊടുക്കും, ഡെപ്പോസിറ്റ്. ഓക്കെ. പിന്നെ നിങ്ങളെ വരുമാനം എങ്ങനെയാ? ഞങ്ങൾക്ക് ഡെയിലി 80 രൂപ 1 ലിറ്ററിന് ഷാപ്പിൽ നിന്ന് കിട്ടും. 1 ലിറ്ററിന് 80 രൂപ കിട്ടും. അപ്പോൾ 30 ലിറ്റർ ഉണ്ടെങ്കിൽ 2500 രൂപ കിട്ടും. 2000 രൂപ. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ കള്ള അത്ര ഷാപ്പിൽ എടുക്കുന്നില്ല, പുറത്ത് വിറ്റ്. അങ്ങനെ ഷാപ്പിലത് എടുക്കാത്ത? ചെലവില്ല? ഭയങ്കര ചെലവില്ല, കള്ളി ചെലവില്ല. അങ്ങനെ ഉണ്ടോ?
കള്ള് കുടിക്കുന്ന ആൾക്കാർ കുറച്ചോ? ചെറുപ്പക്കാർ കള്ള് മേലേക്ക് കുടിക്കാർ കുറവാണ്. ചെറുപ്പക്കാരൊക്കെ ചെറുപ്പക്കാരൊക്കെ മറ്റു ലഹരിയിലേക്ക്, വിദേശ മദ്യം ബാക്കിയുള്ള മറ്റു ലഹരിയിലേക്ക്. അതുകൊണ്ട് കളയുണ്ട്. ചെറുപ്പക്കാർ ഷാപ്പിലേക്ക് കയറുന്നില്ല. അത് നമുക്ക് ഭീഷണിയാണല്ലോ. അത് ഭയങ്കര ഭീഷണിയാണ്. കാരണം ഈ വ്യവസായം പ്രതിസന്ധിയില്ല. പക്ഷേ എപ്പോഴാണെങ്കിലും നിന്ന് പോകും. നിങ്ങൾക്ക് നിലവിലെ കണ്ടീഷനിൽ തിരക്കുള്ള ജീവിക്കാനുള്ള വരുമാനം ഉണ്ട് അല്ലേ? 800 രൂപ കിട്ടിയാൽ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം. നിങ്ങൾ എത്ര വർഷമായിട്ട്? ഞാനിപ്പം എത്ത് ഫീൽഡിൽ വന്നിട്ട് ഒരു 30 വർഷം കഴിഞ്ഞു. 35-36 വർഷമായി. സന്തോഷമാണ്. സന്തോഷം. ഞാനേ എനിക്ക് ശരിക്കും ഇങ്ങനെ അധ്വാനിച്ച് ജീവിക്കുന്ന ആൾക്കാർ ഈ സന്തോഷത്തോടെ ഇങ്ങനെ പറയുന്ന ഇതാണ് ഒരു രസമാണ്. കുറെ ആൾക്കാരുണ്ടല്ലോ ജീവിതത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ അങ്ങനെ പോകുന്നു, ഒരു തൃപ്തി ഇല്ലാതെ. ഇപ്പൊ ഞാൻ നിങ്ങൾ സ്കൂട്ടറിൽ വരുമ്പോ തന്നെ പറഞ്ഞല്ലേ അടിപൊളിയായിട്ട് പോകുന്നു, സുഖമായിട്ട് പോകുന്നു. ആ ഒരു ആറ്റിറ്റ്യൂഡ് അടിപൊളിയാണ്. അങ്ങനെ അതുകൊണ്ട് നമുക്ക് എല്ലാം എൻ്റെ 2 പിള്ളേരെ പഠിപ്പിച്ച്, ഒരാള് ബികോം പഠിച്ച്, ഒരാള് ജോലിയായി, ഒരാളിപ്പം ബികോം 3rd ഇയർ പഠിച്ചോണ്ടിരിക്കുന്നു. അടിപൊളി. വീടെവിടെ? വീട് ഞങ്ങൾ കുറച്ച് മാറി അങ്ങോട്ട്. ആണല്ലേ? സന്തോഷ ജീവിതം. അടിപൊളി. ഞാൻ ഈ ഹാപ്പി ഇതുവരെ. അതാണ് വേണ്ടത്. എന്നെ അങ്ങോട്ട് വിടുവോ? പിന്നെന്താ. അതെ, അയ്യോ അതന്നെ എനിക്ക് നിങ്ങളെ കണ്ടതിൽ ഏറ്റവും വലിയ സന്തോഷം. നിങ്ങളെ എല്ലാ വീഡിയോ കാണാറുണ്ട്. നല്ല അടിപൊളി പരിപാടിയാണ്. സത്യത്തില് ഞാൻ രാവിലെ കാണാൻ ഞങ്ങൾ കൊതിച്ചിരിക്കുന്നു. ദൈവം അടിപൊളി. രാവിലെ നമ്മളെ ജിനുവിന്റെ വീടിന്റെ അപ്പുറത്ത് ഒരാൾ ചെത്തുന്നുണ്ടല്ലോ. പുള്ളിയോട് ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ചെത്തുന്നൊന്ന് കാണണമെന്നേ. നമ്മൾ ഈ കുട്ടനാടത്തെ രാവിലത്തെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. അപ്പൊ പുള്ളി എന്നെ മറന്നിട്ട് പോയി. അപ്പോഴാണ് വഴി നിങ്ങളെ കിട്ടിയത്. ഭാഗ്യമായി. ജിനു എന്നെ കാത്ത് അവിടെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ. പുള്ളിക്ക് എന്തെങ്കിലും തിരക്കുണ്ടോന്ന് അറിയില്ല. പോയിട്ട് എന്തായാലും നമുക്ക് കണ്ട സന്തോഷം. ഓക്കെ കാണാൻ പോവാം. ബ്രേക്ക്ഫാസ്റ്റിന് ആ നാടൊക്കെ ഒന്ന് കാണിച്ചിട്ട് കൊണ്ടുവന്നു. ഇല്ല ഞാൻ കഴിച്ചില്ല. ജിനു കുറച്ച് കഴിച്ചു. ഞാന് ചെത്താൻ പോയ സമയത്ത്, ചെത്താനല്ല ചെത്ത് കാണാൻ പോയ സമയത്ത് ഞാൻ തന്നെ ചെത്തിയത്. പിന്നെ ഇനിയിപ്പോ എന്തായാലും നമുക്കിത് വീട്ടിലിരുന്ന് തന്നെ കഴിക്കാം. 2 ഗുണം മുട്ടൻ പിള്ളേരാകുമ്പോ ഇടിയുണ്ടാകും. നമ്മളങ്ങനെ ആ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് തന്നെ ഇഡ്ഡലി കഴിച്ചു കേട്ടോ. നമ്മളിവിടെ നിൽക്കുമ്പോഴേ നമ്മൾ വല്ല ഹൈവേ സൈഡിലൊക്കെ താമസിക്കുമ്പോൾ വണ്ടികളുടെ ശബ്ദം കേൾക്കില്ല ഇങ്ങനെ സ്ഥിരമായിട്ട്. അതുപോലെ ഈ വഴി ഇങ്ങനെ എപ്പോഴും ഈ മോട്ടർ വെച്ച വള്ളങ്ങൾ ഇങ്ങനെ പോകുന്നത് ഇങ്ങനെ കാണാം കേട്ടോ. മോട്ടർ വെച്ച എന്താ വിശേഷം? സുഖല്ലേ? ഞാൻ ഇന്ന് വൈകിട്ട് വീട്ടിൽ പോകും. ഇന്ന് പമ്പ് ഓഫ് ചെയ്യും. തിങ്കളാഴ്ച ഓണാക്കുന്നത്. ഇത് ഇവരുടെ സൈസ് അല്ലല്ലോ ജാക്കറ്റ്. കുറച്ച് വലുതാണ് അല്ലേ? എവിടെ വരെ പോവും? അങ്ങ് വരെ പോവും. പേടിയില്ല? പക്ഷെ ഒരുപാട് ദൂരം പോണ്ട കേട്ടാ. പെട്ടെന്ന് തിരിച്ചു വരണേ. ഏയ് അതാ പോയി. കണ്ടോ? അടിപൊളി. പോയാ പിന്നെ തിരിച്ചു വരില്ല. അതാണ് ഇവർക്ക് ജാക്കറ്റ് കൊടുത്ത് വിടാൻ മടി. മക്കളവിടെ നീന്തി കളിക്കട്ടെ. നമുക്കേ ജിനു പറഞ്ഞു ഒരു വല വീശി കുറച്ച് മീൻ പിടിക്കാമെന്ന്. നമ്മൾ ഇവിടെ വന്നിട്ട് മീൻ പിടിക്കുന്നത് മാത്രം കാണാതെ പോകുന്ന മോശമല്ലേ. അപ്പോൾ അങ്ങോട്ട് പോവാം. നമ്മൾ ആളിവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച് പറഞ്ഞ നമ്മുടെ മണിക്കുട്ടൻ. ഓക്കെ, എത്ര അടുത്ത് ഞാൻ വന്നിരുന്നാലും പുള്ളിക്കൊരു പ്രശ്നമല്ല. കണ്ടോ, പരുന്താണ്. ഇവന് ഇവിടെ ഇങ്ങനെ ജീവിക്കുകയാണ്. ഇവരിവിടെ വരെ വളർത്തൊന്നുമല്ല, പക്ഷെ പുള്ളി ഇവിടെയാണ്. ഇവിടുന്ന് എങ്ങോട്ടും പോകില്ല. പുള്ളി ഇവിടെ തന്നെ പുള്ളിയുടെ ജീവിതം. അടിപൊളി. മണിക്കുട്ടോ, നമ്മളെ മോട്ടറച്ചൻ്റെ മോട്ടോർ പെരയുടെ ആ ഭാഗത്തേക്കാണ് കേട്ടോ ജിനു പോയത്. ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കുറേ മീനിനെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ മോട്ടറച്ചൻ കല്ലും പിടിച്ച് നിൽക്കുന്നതാണ്. ആ മീനുകൾ അവിടുന്ന് എറിഞ്ഞോടിക്കുകയാണ്. കണ്ടോ. എന്നിട്ട് അവിടെ വല വീശും. വൻ പ്ലാൻ ചെയ്തിട്ടുള്ള പരിപാടി കേട്ടോ. കറക്റ്റാണ്. ഇവിടുന്ന് എറിഞ്ഞ് ഓടിച്ച മീനുകൾ അവിടെ എത്തിയപ്പോഴത്തേക്കും വീശി പിടിച്ച്. നമുക്കൊരു കറിക്ക് മീൻ വേണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ, വല എടുക്കുക, നമ്മുടെ അതിലൊക്കെ മോട്ടറിന് അവിടെ പോവുക, ഒരു വല വീശുക. 5 മിനിറ്റ് ഇപ്പോൾ തികച്ചെടുത്തിട്ടില്ല. സംഭവം ഒരു കറി വെക്കാനുള്ള ധാരാളമായി. ഒരു ഗസ്റ്റ് പെട്ടെന്ന് കയറി വന്നു, ഒരാളേ ഉള്ളൂ. നമുക്ക് അത്യാവശ്യം എന്തെ കൂട്ടിയാലും നമ്മൾ കടന്നു പോകും. അതെ. പക്ഷെ പുള്ളിക്ക് നമ്മുടേതായ എന്തെങ്കിലും കൊടുക്കണം.
അങ്ങനെ വരുമ്പോൾ ഇതാണ്. ഇതൊക്കെയാണ് പരിപാടി. ഈ മീനിൻ്റെ പേരെന്താ? കോല. കോല. കോല കോല എന്നൊക്കെ പറയും, പല സ്ഥലത്തും പല പേരൊക്കെ. ആ ഓ സൂചി പോലെയാണല്ലോ. ആ ഇത് മറ്റേ മുതലയുടെ ഒക്കെ വാ പോലെയൊക്കെ ഇരിക്കും. ആ ശരി, പല്ലൊക്കെ ഉള്ളതാ. ആ ഓക്കെ 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 ഓക്കെ, അത് ശരി. ഇതാണ് പോരച്ചതേ. ഇതുണ്ട്, 2 കൊമ്പിൽ 1 കൊമ്പേ ഉള്ളൂ. കണ്ടോ? ആ പണി കിട്ടി. കുട്ടിയാ? അതാ കടിച്ചോ? അതൊക്കെ നടക്കും. ഓ രണ്ടും ഒരേപോലെ തന്നെ, കൊമ്പ് മാത്രം ഡിഫറെന്റ്. ഡിഫറെന്റ്, ടേസ്റ്റും ഡിഫറെന്റ് ആണ്. അങ്ങനെ 1-2 പ്രാവശ്യം വീശിയിട്ട് നമ്മൾ കുറച്ച് മീൻ കിട്ടി. അത് ഇങ്ങോട്ട് വന്നു. നിങ്ങളിങ്ങനെ ഓരോ അരമണിക്കൂറിൽ മീൻ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ദേഷ്യം വരൂലേ? ദേഷ്യം വരും. ആ ദേഷ്യം വരാതിരിക്കാൻ വേണ്ടി നമ്മളാണ് വെട്ടിക്കൊടുക്കും. ഒന്നും ചേർത്തില്ല. ആ അതെ അതെ, ആദ്യം കുറച്ച്, പിന്നെ രാവിലെ നമ്മൾ കുറച്ച് പിടിച്ചു. വെട്ട് കരിമീൻ ഇങ്ങനെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഒരു സമാധാനമല്ലേ? ഇതിനെന്താ നിങ്ങൾ പറയാ? അമ്പാണോ? തെറ്റാലി. കൊടക്കമ്പിയാണോ? കൊടക്കമ്പി. പവറെല്ലാം പോയി. ഇതിപ്പോ നമുക്ക് ലഞ്ചിനാ? ലഞ്ചിന് നമ്മൾ പിടിച്ച മീൻ നമ്മൾ വെറുതെ കളയരുതല്ലോ. ലഞ്ചിന് നമ്മൾ രാവിലെ പിടിച്ച പാരലുണ്ട്. അതല്ല, നമ്മൾ ആ വലിയ പ്രളയം ഉണ്ടായില്ലേ 2015? അപ്പോൾ ഇവിടുത്തെ സിറ്റുവേഷൻ എന്താ? അപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഈ പ്രശ്നങ്ങളുണ്ടായത് ഭയത്താലുണ്ടായ പ്രശ്നമാണ്. കുട്ടനാട്ടിലെ ആൾക്കാർക്ക് ഒരു പ്രശ്നവും ഉണ്ടായില്ല. കാരണം ഭയം എന്ന് പറയുന്ന സാധനം വെള്ളത്തിനോട് ഉണ്ടായിരുന്നില്ല. ഇല്ല. പിന്നെ നമ്മളുടെ നാട്ടിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഇല്ല, മറ്റ് ആശുപത്രി സൗകര്യങ്ങളില്ല. അതുകൊണ്ട് നാട്ടിൽ നിന്ന് പോയ ആൾക്കാരാണ് കൂടുതലും. ഞങ്ങളൊക്കെ അങ്ങനെ പോയവരാണ്. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വസിക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പണ്ട് ഇത് കണക്കുള്ള വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ ഫെസിലിറ്റി ഇന്നത്തെ ഫെസിലിറ്റിയും വെച്ച് നോക്കുമ്പോൾ അത്തരം കാര്യങ്ങളിൽ നിന്ന് ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുള്ളൂ. അന്ന് നമ്മൾ വെള്ളം വരുമ്പം ഓലപ്പരയ്ക്കകത്ത് പലവ് കൊണ്ട് തട്ടിട്ട് നമ്മൾ അതിനകത്താണ് കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത്, ഹൈറ്റ് ഉണ്ടാക്കി. എന്നിട്ട് നമ്മൾ വീട്ടിനകത്ത് കയറി വരുന്ന ചെമ്പല്ലി, കാരി പോലുള്ള മീനുകൾ ചൂണ്ടയിട്ട് പിടിച്ച് അകത്ത് തന്നെ അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ട്. ഒറ്റ ചൂണ്ടയിട്ട് പിടിച്ച് ഞങ്ങളുടെ അടുക്കളയിൽ നിന്നൊക്കെ ഞങ്ങൾ ചൂണ്ടയിട്ട് പിടിച്ച് ഞങ്ങൾ കറി വെക്കുമായിരുന്നു. അങ്ങനെ അവസരങ്ങളുണ്ട്. ഈ 2018 വെള്ളപ്പൊക്കത്തിന് ഏറ്റവും കൂടുതൽ മറ്റുള്ള ആൾക്കാരുടെ വളർത്തിക്കൊണ്ടിരുന്ന മീനുകളൊക്കെ ഒത്തിരി ചാടിപ്പോയി. അതെല്ലാം വന്ന് ചേർന്ന കുട്ടനാട്ടിലാണ്. നമ്മളിവിടെ നിന്ന് പോകാനുള്ള സാഹചര്യം നമ്മുടെ അപ്പൂപ്പനും അമ്മമ്മയ്ക്കും ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പോയി. ഇതിന്റെ മുകളിലൊക്കെ വെള്ളം വന്ന് പെരക്കകത്ത് മുട്ടറ്റം വെള്ളം ഉണ്ടായിരുന്നു. അപ്പൂപ്പനും അമ്മമ്മയ്ക്കും ചെറിയ ശാരീരിക പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വന്ന ആൾക്ക് ഇവിടെ ഇണങ്ങിച്ചേരുന്ന സാഹചര്യം ആയിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഭാര്യ വീട്ടിൽ പോയി. ഭാര്യ വീട്ടിൽ 1 മീറ്റർ കൂടെ പിന്നെ വെള്ളം പൊങ്ങിയാലേ കയറത്തുള്ളായിരുന്നു, മുഹമ്മ. അപ്പം ഞാനും അനിയനും അനിയൻ്റെ കൊച്ചും ഭാര്യയും കൂടെ അവിടെ പോയി. ഞങ്ങൾ അവിടെ ചെന്ന് കുറച്ച് കൂടൊക്കെ ഉണ്ടാക്കി മീൻ പിടിച്ചു. എല്ലാവരും പോയി. പിന്നെ കുറച്ച് ചെറുപ്പക്കാർ മാത്രം ഈ താറാവിനും കോഴിക്കൊക്കെ തീറ്റി കൊടുക്കുന്നവരും. പിന്നെ തിരിച്ചു വന്നപ്പോൾ ചില വീടുകളിലെ താറാവും കോഴിയും കാണാതിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ചിലപ്പോൾ അത് മിസ്സായതായിരിക്കാം, ഇല്ലെങ്കിൽ അത് മിസ്സാകാഞ്ഞതായിരിക്കാം. ഭക്ഷണം ആവശ്യമാണല്ലോ. അങ്ങനെ ചില സാഹചര്യങ്ങൾ. പക്ഷെ ഞങ്ങളുടെ ഒരു താറാവും പോയില്ല, ഞങ്ങളുടെ ഒന്നും പോയില്ല. ഞങ്ങൾ അവറ്റുള്ള തീറ്റ അന്ന് ഇഷ്ടംപോലെ മീനുകളുണ്ട് വരുന്ന വെള്ളത്തിന് വരുന്ന ചെറിയ ചെറിയ എല്ലാത്തിനും തുറന്നു വിട്ടായിരുന്നു. പോകുന്ന പൊക്കോട്ടെന്ന് വിചാരിച്ചു. അങ്ങനെയായിരുന്നു. പക്ഷെ ഞങ്ങൾ തിരിച്ചു വരുമ്പം വീടിന്റെ പുറകില് ഈ കുറെ ചപ്പും ചവറും ഒക്കെ വന്ന് അടിഞ്ഞിറപ്പുണ്ടായിരുന്നു. അതിന്റെ മേളിൽ തന്നെ ആൾ ഇരിപ്പുണ്ടായിരുന്നു. എങ്ങും പോയിട്ടുണ്ടായിരുന്നില്ല. അതാണ് സത്യം. ഞങ്ങളൊരു 10 ദിവസം എടുത്തു. ഒരു 10 അല്ല, അത് കഴിഞ്ഞിട്ട് ഒരു മാസത്തിനടുത്ത് അടുത്തിട്ട് നമ്മൾ വന്നത്. അമ്മയൊക്കെ അച്ചാച്ചനൊക്കെ ശരിക്കും ഇവിടെ ഒരു ഭയാനകമായ സാഹചര്യം ഉണ്ടായിട്ടില്ല. പൊങ്ങി തുടങ്ങിയപ്പോൾ തന്നെ പത്തനംതിട്ടയിൽ നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. അവർ പറഞ്ഞു ഭയങ്കര വെള്ളമാണ് വരുന്നത്, നിങ്ങൾ അവിടെ നിൽക്കണ്ട, പൊക്കോളാനൊക്കെ പറഞ്ഞു. നമ്മൾ തന്നെ അടുത്ത് ഇവിടുത്തെ കട്ടക്കളത്തിൽ പോയിട്ട് കുറെ ഫൗണ്ടേഷൻ സ്റ്റോൺ എടുത്ത് ആദ്യം തന്നെ നമ്മുടെ സാധന സാമഗ്രികളെല്ലാം പൊക്കി വെച്ചായിരുന്നു. അപ്പൊ മേളിൽ കാണുന്ന റൂമൊന്നുമില്ല, അപ്സ്റ്റെയർ ഇല്ല. പക്ഷെ അവിടെ ഇതുണ്ട്, പിന്നെ റൂഫിംഗ് ഉണ്ട്. അതിന്റെ താഴോട്ടൊന്നും ഇതൊന്നുമില്ല, ഓപ്പൺ ടെറസ് ഉണ്ട്. അപ്പം അല്ല, അവിടെ മേളിൽ ഇതുണ്ട്, പിന്നെ
ഷീറ്റ് ഇട്ട് കവർ ഇട്ടു. ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അത് നമ്മൾ അതിനടുത്ത് പടുതാൻ മേടിച്ച് ഫുള്ള് മറച്ച് വീട് പോലാക്കി. നമ്മൾ കൂടൊക്കെ ഉണ്ടാക്കാൻ മേടിച്ചിട്ടുള്ള മുളയൊക്കെ ഉണ്ടായിരുന്നു. അതായത് കുറച്ച് മിലിറ്ററി എഞ്ചിനീയറിങ്സിൻ്റെ ഒക്കെ അതായത് എങ്ങനെ പെട്ടെന്ന് ഒരു കാര്യത്തിൽ കൈകാര്യം ചെയ്യുക, റാപ്പിഡ് ആക്ഷൻ ആളുണ്ട്. അതിൻ്റെയൊക്കെ വാങ്ങലൊക്കെ ഞങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് ഇത് എല്ലാത്തിൻ്റെയും ബേസിക് മൊമെൻ്റാണ്. അതായത് അപ്പർ ബോഡി എങ്ങോട്ട് കിടക്കുന്നു അതങ്ങോട്ട് ചരിയാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള ഒരു ധാരണയുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി സെറ്റ് ചെയ്ത് മറച്ച് അടിപൊളിയായി. അപ്പം നമ്മൾ തന്നെ സാധാരണ ഒരു കരിയൊക്കെയാണ് ഞങ്ങൾ എടുക്കാറ്. ഇവിടെ ഒറ്റപ്പെട്ട പ്രദേശമായിട്ട് എപ്പോഴും പോയി മേടിക്കണ്ടല്ലോ. അരിയുണ്ട്, വിറകുണ്ടായിരുന്നു, ഗ്യാസ് ഉണ്ടായിരുന്നു, പിന്നെ മീനാണ് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ പ്രശ്നം എന്ന് വെച്ചാൽ കറണ്ട് പോയി. കറണ്ട് എങ്ങുമില്ല. അതായത് പുറലോകമായിട്ടുള്ള കണക്ഷൻ ഇല്ല. അങ്ങനെ വന്നപ്പോഴാണ് പോയത്. അപ്പം ഇവിടുന്ന് പോകാൻ ഞാനപ്പം ഭാര്യ വീട്ടിൽ പോയായിരുന്നു. അപ്പോൾ ഇവരെ കൊണ്ടുവരാൻ ഇവിടുന്ന് പിന്നെ ബോട്ടൊന്നും വരാത്ത ഒരുമാതിരിപ്പെട്ട ആൾക്കാരെല്ലാം അപ്പുറം ഇപ്പുറത്തൊക്കെ പോയി. പിന്നെ ഞാൻ ആലപ്പുഴ വന്നിട്ട് അവിടുന്ന് ഒരു ബോട്ട് വന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അവിടെ സബ് കളക്ടർ നിൽപ്പുണ്ട്, സംസാരിക്കാൻ പറഞ്ഞു. ഞാൻ സബ് കളക്ടറോട് പോയി സംസാരിച്ചു. നമുക്ക് നേരിട്ട് സംസാരിക്കുന്ന സാഹചര്യമാണ്. പുള്ളി എല്ലാവരും ഉണ്ട് ഇവിടെ. അതായത് എന്ത് ആക്ഷൻ എടുക്കണേനും അതിനുള്ള ആൾക്കാരെല്ലാം അവിടെ ഉണ്ട്. ജനപ്രതിനിധികളും ഉണ്ട്, കക്ഷികളുണ്ട്. അപ്പം നമ്മൾ കളക്ടറെ കണ്ടു. കളക്ടർ പറഞ്ഞു മോനെ ബോട്ട് ഏതാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇന്ന ബോട്ടാന്ന് പറഞ്ഞു. ബോട്ടെ കന്നാസ് ഉണ്ടോന്ന് ചോദിച്ചു. കന്നാസ് ഞാനപ്പോൾ ബോട്ടുകാരൻ്റെ ചോദിച്ചു, സാറേ ചേട്ടാ കന്നാസ് ഉണ്ടോന്ന് ചോദിച്ചു. കന്നാസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എത്രയാ 20-ൻ്റെയോ 40-ൻ്റെയോ അങ്ങോട്ട് 2 കന്നാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കളക്ടർ ഒരു പേപ്പർ എഴുതി തന്നിട്ട് അപ്പുറത്ത് പമ്പുണ്ട്, അതായത് SWTയുടെ പമ്പുണ്ട്, ഇത് അവിടെ കാണിച്ചാൽ മതി, നീ 2 ജാറിൽ നിറച്ച് ഡീസൽ അടിച്ചുകൊണ്ട് പോകണം, പോയി കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ കൊണ്ടുവരാൻ വരുന്ന കൂട്ടത്തിൽ അമ്മേനെ അച്ഛനെയും ബാക്കി അപ്പൂപ്പനെ കൊണ്ടുവരാൻ വരുന്ന കൂട്ടത്തിൽ ഞാൻ അടുത്ത് കുറച്ച് പേര് അവിടെ അങ്ങോട്ട് കുടുങ്ങി കിടക്കുന്നുണ്ടെന്ന് നമുക്ക് ഇൻഫർമേഷൻ കിട്ടി. ഞാൻ ബോട്ട് ആദ്യം അങ്ങോട്ട് പോയിട്ട് അവരെ എടുത്തിട്ട് ഇവിടെ വന്ന് അച്ഛനെ അമ്മേനെ അപ്പൂപ്പനെയും കൂടെ കയറ്റി നേരെ അവിടെ ചെന്നു. അതിന് വേറെ സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആലപ്പുഴ ചെന്നപ്പം അവിടെ സന്നദ്ധ സേവാ പ്രവർത്തനത്തിൽ നമ്മുടെ കൂട്ടുകാരൻ, അതായത് ഞാൻ പ്രാക്ടീസ് ചെയ്യിച്ചൊരു അത്ലറ്റ്, അവൻ ആംബുലൻസ് സർവീസിലാണ്. അവൻ്റെ കൂടെ അവൻ ആംബുലൻസുകാരുടെ കൂടെയാണ്. അപ്പോൾ അവിടെ എന്നെ കണ്ട് എന്നെ അപ്പൂപ്പനും അമ്മമ്മയ്ക്കും ചെറിയ ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ട്, വയറിളക്കം പോലുള്ളതൊക്കെ വന്നായിരുന്നു. എന്നാൽ അവൻ പെട്ടെന്ന് അപ്പൂപ്പനും അമ്മമ്മനെ കയറ്റി എൻ്റെ മെഡിക്കൽ കോളേജിൽ കൊണ്ട് അഡ്മിറ്റ് ആക്കി. അങ്ങനെ അവരും സെക്യൂറായി. അങ്ങനെ ഭയങ്കര അനുഭവമാണ് വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ. നമുക്ക് ഇത് പുതുമയായിരിക്കുന്നവർക്കും അത് ഇതായിരിക്കും. പക്ഷെ നമുക്ക് എല്ലാ വർഷവും വെള്ളം പൊങ്ങി, അതിൽ നിന്ന് കുറച്ചുകൂടെ കൂടുതൽ പൊങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളെ സംബന്ധിച്ച് അത്രേ ഉള്ളൂ. പക്ഷെ വെള്ളത്തിനോട് പേടിയുള്ള ആൾക്കാർക്ക് അത് ഭയങ്കര ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ചത് അങ്ങനെയാ, ഭയന്ന് മരിച്ചത്. നിങ്ങൾ നോക്കിയ കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കം മൂലം മരിച്ചെന്ന് വെച്ചാൽ 2 ചെറുപ്പക്കാരെ ആമ്പിള്ളേർ മാത്രം മരിച്ചു. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ക്യാമ്പിൽ ഫുഡ് കൊടുക്കാൻ പോയിട്ട് തിരിച്ച് വന്നപ്പം തുഴഞ്ഞ വന്ന സമയത്ത് അവർ ഒരു ബോട്ട് വന്നു, പ്രൈവറ്റ് ബോട്ട്. ആ പ്രൈവറ്റ് ബോട്ടിൽ ഇവർ കൈ കാണിച്ച് സ്റ്റോപ്പ് ആക്കിയിട്ട് പ്രൈവറ്റ് ബോട്ടെ പിടിച്ചു വള്ളം. ആ വള്ളം മുങ്ങി പ്രൈവറ്റ് ബോട്ടിന് അടിയിൽ പോയി ഒഴുക്കൊരു പെട്ടുപോയതാണ്. ഒരാളെ 30 ദിവസത്തിന് ശേഷമാണ് അയാളുടെ ബോഡി കിട്ടുന്നത്. പക്ഷേ ആ ബോഡി അഴുകിയിട്ടില്ലായിരുന്നു. കാരണം എന്നാ, മേളിൽ നിന്ന് വന്ന വെള്ളം ഭയങ്കര തണുത്ത വെള്ളമായിരുന്നു, ഭയങ്കര തണുപ്പായിരുന്നു. അതുകൊണ്ട് ബോഡി അഴുകിയിട്ടില്ലായിരുന്നു. അങ്ങനെ 2 കാഷ്വാലിറ്റിയാണ് കുട്ടനാട്ടിൽ മേഖലയിലുള്ളത്. ബാക്കി മേഖലകളിലോ അങ്ങനെയാണോ? അല്ല. അതായത് ഇവിടെ വെള്ളം ആൾക്കാർക്ക് പേടിയില്ല എന്നുള്ളതാണ് പ്രധാനം. അതിന് കല്ലേൽ വരക്കുന്നത് എന്തിനാ? ഒരു തരം കളർ പോലെ സാധനം കണ്ടോ? അതിന്റെ ഉളുമ്പാ. ഓ ഓക്കെ ഓക്കെ. സത്യത്തിൽ ഇതിന്റെ അധികം ഉളുമ്പും കളയരുതെന്നാ പറയുന്നത്. അധികം കഴുകാത്തോണ്ടാണ് ഷാപ്പിലെ കറിക്ക് ടേസ്റ്റ് എന്നാണ് പറയുന്നത്. വള്ളത്തിൽ എടുത്ത് നോക്ക്, ചെതുമ്പലൊക്കെ അതേപടി തന്നെ കാണും. ശരി. സെറ്റായി. എനിക്കും പണി അറിയാം കേട്ടോ. മുന്തിരി കഴിക്കണ്ടോ? എനിക്ക് തന്നാണോ? ആ താങ്ക് യു. വെൽക്കം. അപ്പൊ പറയണ്ടേ? കുറച്ച് സമയം ഞാൻ മുകളിൽ റൂമിൽ പോയിരുന്നു കേട്ടോ. 1-2 ഫോൺ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. താഴെ ഇറങ്ങിയപ്പോൾ ജിനുവിനെ കാണാനില്ല. ജിനു നമ്മൾ കൊണ്ടുവിട്ടില്ലേ, ആ മോളെ പിക്ക് ചെയ്യാൻ വേണ്ടി പോയി. അവൾ സർക്കാരിൻ്റെ ബോട്ടിൽ അവിടെ ഒരു ജെട്ടിയിൽ വന്ന് ഇറങ്ങും. അപ്പോൾ അവിടെ പോയി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയേക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ താഴെ വന്നിട്ട് ഇരിക്കുമ്പോഴേ നമ്മുടെ അടുത്ത വീട്ടിലൊരു മോൻ വന്നു. അവൻ ഭയങ്കര തുഴച്ചിലുകാരനാത്രേ.
ചെറിയ കുട്ടിയാണ്. അപ്പോൾ അവൻ എന്നെയും കൊണ്ട് റൗണ്ട് അടിക്കാൻ. പേരെന്താണ്? അരവിന്ദ്. എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? വെറുതെ കറങ്ങി വരാം അല്ലേ? ആ കയറട്ടെ കയറട്ടെ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 3-ലോ? 3-ാം ക്ലാസ്സിൽ പഠിക്കുന്നവനാണ് കേട്ടോ എന്നെയും കൊണ്ട് റൈഡിന് പോകുന്നത്. സെറ്റാണല്ലോ. ഹലോ, ഇപ്പോഴാണ് വിളിക്കുന്നേ? ആ, പരീക്ഷയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ആണോ? അപ്പോൾ കഴിഞ്ഞത് നല്ല ഈസി ആയിരുന്നോ? ആണോ? ശനിയാഴ്ച. അരവിന്ദ് മീൻ പിടിക്കുമോ? എടുക്കോ? എങ്ങനെ പിടിക്കും? എങ്ങനെ? കൈ കൊണ്ട് പിടിക്കാൻ? ആ, രാവിലെ ഞങ്ങൾ പിടിച്ചായിരുന്നു. ചോറ് കൊണ്ടല്ലേ? അങ്ങനെയൊക്കെ പിടിക്കും. എടുക്കാൻ നല്ല ഫാസ്റ്റാണല്ലോ തോന്നി. ആ, അതാ ചേട്ടൻ വരുന്നുണ്ട്. ചേട്ടൻ നീന്തി വരികയാണ് ഞങ്ങൾ അവൻ്റെ മുമ്പിലും. ഇവിടെ വരെ നീന്തി വരുമോ? അവിടെ ആ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ഭാഗം അത്യാവശ്യം നല്ല ആഴുണ്ട് എന്നാണ് നമ്മുടെ ജിനൂബ്രോ പറഞ്ഞ കേട്ടോ. ആ, വെയിലൊന്ന് പോയതുകൊണ്ട് ഒരു സുഖമുണ്ട്. വെയിലാണെങ്കിൽ ഇപ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കും. നല്ല ചൂടാ വെയിൽ. അസല് കുട്ടനാടൻ മോനാണ്. എന്താണ് സമയം പോകാനുള്ള പരിപാടികൾ ഇവിടെ? പഠിത്തമല്ലാതെ വേറെന്താ പരിപാടി? എന്ത് കളികൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? കളിക്കും. ഇങ്ങനെ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ തുഴയാനൊക്കെ ഇറങ്ങും? സമ്മതിക്കും? അച്ഛൻ സമ്മതിക്കും? ആ, കുഴപ്പമില്ല, നനഞ്ഞോട്ടെ. നോ പ്രോബ്ലം, പേടിക്കണ്ട നീ. അല്ല, അച്ഛൻ സമ്മതിക്കോ വെള്ളപ്പുറത്ത് പോകാൻ? എന്തു നനഞ്ഞോണ്ടാണോ? കുഴപ്പമില്ലടാ. വേറെ ഉടുപ്പുണ്ട് എൻ്റെ അടുത്ത്. വേറെ ഉടുപ്പുണ്ട് കേട്ടോ, വിഷമിക്കണ്ട. അവൻ തുഴഞ്ഞപ്പോൾ കുറച്ച് വെള്ളം എൻ്റെ മേലിൽ തെറിച്ച്. അവനൊരു വിഷമം. കുഴപ്പമില്ല. കൂടുണ്ടോ? എവിടെ? മരത്തിലോ? തെങ്ങിലോ? ആ, അത് കണ്ടോ? ആ തെങ്ങിന്റെ മുകളിൽ നമ്മുടെ കുരുവിന്റെ കൂടുണ്ട്. ഇവിടെ ഇറങ്ങാൻ പറ്റുമോ? എങ്ങനെ അതിന്റെ മുകളിലേക്ക് എങ്ങനെ കയറും? ആ, ഈ തെങ്ങിന്റെ മുകളിൽ ഇഷ്ടം പോലെ ഉണ്ട്. അതാ ഒരു കൂടാതെ വീണ് കിടക്കുന്നുണ്ട്. നമുക്കത് കൊണ്ടായാലോ? ഇതിന് മുകളിൽ എങ്ങനെ കയറും നീ ഇവിടെ നിന്ന്? ആ, പിടിച്ചിട്ടുണ്ട്. ആ, ആള് ഭയങ്കര സ്മാർട്ടാണ് കേട്ടോ. എല്ലാത്തിനും ഓക്കെയാണ്. ഒരു കുഴപ്പമില്ല, ഒരു കൺഫ്യൂഷനും ഇല്ല. ഞാൻ എണീക്കണോ? ഞാൻ എണീറ്റ ബാലൻസ് പോവോ? ഇല്ല. ആ, ഒരുവിധം കയറിയിട്ടോ. ഏതെങ്കിലും അവള് കൂട് കണ്ടത്? ആ, അവിടെയാണ് കേട്ടോ. നിറയെ കിളികളുടെ സൗണ്ടും കേൾക്കാം. ഇത് കണ്ടോ? ഇത് കൂടിന്റെ കുറച്ച് ഭാഗമുള്ളൂ. ഇത് ആൺകിളിക്ക് വേറെ കൂടാണോ? ആ, അത് ശരി. ഇത് ആൺകിളിയുടെ കൂടാണ് കേട്ടോ. പെൺകിളിക്ക് ഇങ്ങനെ ഒരു കുഴി പോലെ ഉണ്ടാവും അല്ലേ, ഒരു സഞ്ചി പോലെ മുട്ടയിടാനുള്ള സ്പേസ്. എന്താ അല്ലേ? ഇതേ ഇപ്പോൾ അവിടുന്ന് കേട്ടോ നമ്മളിങ്ങോട്ട് വന്നത്. വന്നതല്ല, അരവിന്ദ് മോൻ നമ്മളിങ്ങോട്ട് കൊണ്ടുവന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞില്ലേ ഈ കായൽ കുത്തിയെടുക്കുക എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ, അത് ഇതാണ് കേട്ടോ. കണ്ടോ, ഇവിടെ ഒരു കെട്ട് കെട്ടി. പണ്ടൊക്കെ അത് മുള കൊണ്ടൊക്കെ കെട്ടിയിട്ടുണ്ടാവുക. ഇപ്പോൾ കല്ലിലുള്ള കട്ട, കോൺക്രീറ്റ് ഒക്കെയാണ്. അതിനുശേഷം എന്താ ഇപ്പുറത്തും കെട്ടിയിട്ട് അതിനകത്ത് മണ്ണ് ഫില്ല് ചെയ്ത് ഇങ്ങനെ ബണ്ടുകൾ ഉണ്ടാക്കി. ഇങ്ങനെ ഉണ്ടാക്കിയ ഒരു ബണ്ടാണ് ആക്ച്വലി ആ പറഞ്ഞ അവിടെ അവർ താമസിക്കുന്നത്. നമ്മളിപ്പോൾ താമസിക്കുന്ന വീടൊക്കെ അതാണ്. അതൊരു ബണ്ടാണ്, ഇതൊരു ബണ്ടാണ്. ഇങ്ങനെ തിരിച്ചതിന് ശേഷം കണ്ടോ, ഇവിടെയൊക്കെ ഇതുപോലത്തെ വെള്ളമുള്ള സ്ഥലങ്ങളായിരുന്നു. അവിടുത്തെ വെള്ളം പമ്പ് വെച്ചിട്ട് വറ്റിച്ചെടുത്തിട്ട് അവിടെ കൃഷി ചെയ്യാണ്. അപ്പോൾ അവർക്ക് ആവശ്യത്തിന് വെള്ളം അങ്ങോട്ട് കയറ്റുകയും ചെയ്യും, പിന്നെ ഇറക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ ഉണ്ട് സിസ്റ്റം. ആ, ദേ ആ തെങ്ങയിലാണ്. അത് കണ്ടോ, അതിനകത്ത് എത്രയോനും കുരുവിക്കൂടെ നോക്ക്, കുറേ എണ്ണം തൂങ്ങി കിടക്കുന്നുണ്ട് കേട്ടോ. 2 ടൈപ്പ് കാണുന്നില്ലേ, അതാണിപ്പോൾ ഈ അരവിന്ദ് നമുക്ക് പറഞ്ഞു തന്നത് കേട്ടോ. എന്നിട്ട് ഒന്ന് ആൺകിളിയുടെ കൂടാണ് അത്രേ. ആ നീണ്ടു നിൽക്കുന്നതായിരിക്കും. അതിനകത്ത് സൈഡിൽ ഇങ്ങനെ മുട്ടയിടാനുള്ള സ്പേസ് ഉണ്ടാകും. അതാണ് പെൺകിളീൻ്റെ കൂട്. അടിപൊളി.
ഓ അപ്പോൾ പേടിയാണ് അല്ലേ വിടാൻ? ആ മോട്ടറച്ചൻ. ആ മോട്ടറച്ചൻ. ഞാനും അതാ വിളിക്കുന്നത്. 11-ാം തീയതി. 14-ാം തീയതി. ഓ നല്ല രസമുണ്ട് കാണാൻ, സൂപ്പറാണ്. മോൻ എനിക്ക് കാണിച്ചു തരുന്നതാണ്. നല്ല രസമല്ലേ കാണാൻ ഈ പാടം എന്ന്. പോകാൻ താല്പര്യമില്ല അല്ലേ? ഇവരെങ്ങനെ ഒറ്റയ്ക്ക് പറഞ്ഞയക്കുന്നില്ലല്ലോ സാധാരണ ഇത്. അപ്പം പിന്നെ അവന് പോകാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ല ഇവിടുന്ന് അങ്ങോട്ട് അല്ലേ? ഇങ്ങനെ ആട്ടുമ്പോൾ നമുക്ക് മറിയാനൊന്നും ചാൻസ് ഇല്ല അല്ലേ? മറിയോ? എന്താ പറഞ്ഞ അച്ഛൻ പോയ വെള്ളം മുങ്ങോ? ഈ വെള്ളം മുഖത്തില് ആ വെള്ളമൊക്കെ ഇങ്ങനെ ഓ ഒരാളിരിക്കും, ഞാൻ തുഴയാം. അറിയോ? ഇതന്നെ നിന്റെ അറിവ്. നോക്കിയാണോ? ഇങ്ങനെ അറിയാം. അപ്പുറത്തോട്ട് തുഴയുമ്പോഴാണ് നമ്മളെ കറക്റ്റ്. അവിടെ തന്നെ അറിയാലോ. അവിടെ അറിഞ്ഞല്ലോ. നീ അവിടെ ഇറങ്ങണ്ട, നമുക്ക് വീട്ടിലേക്ക് പോകും. നിനക്ക് വീട്ടിൽ നിന്ന് വെള്ളം എടുത്ത് ഇറങ്ങാൻ കിട്ടിയ ചാൻസ് മുതലാക്കുന്നതാണ്. എന്നെ കൊണ്ട് ഈ കുട്ടനാട് മൊത്തം തുഴയിപ്പിക്കുമോ നീ? ആ എനിക്ക് അത്യാവശ്യം തുഴയാനൊക്കെ അറിയട്ടോ. നമ്മളിത് വീടിൻ്റെ അവിടേക്ക് കുറച്ചൊക്കെ എത്താനായി. ആ വെള്ളം പോകുമ്പോൾ ഓളം ഉണ്ടാവും അല്ലേ? ഒരു എൻജിൻ വെച്ച വെള്ളം പോകുന്നുണ്ട്. വലിയ ബോട്ടൊക്കെ പോവുകയാണെങ്കിൽ ഭയങ്കര ഓളമൊക്കെ ഉണ്ടാവും കേട്ടോ. ഇതാകുമ്പോൾ അത്ര വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ജിനു വന്നും തോന്നുന്നുണ്ട്. അവിടുന്ന് ഖാന എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് വേറെ ചില പരിപാടികൾക്ക് പോകാനുണ്ട്. നീ കൂടെ എടുത്തല്ലേ, ഞാനത് മറന്നു. ഈ കാണുന്നതാണ് കേട്ടോ അരവിന്ദ് മോൻ്റെ വീട്. ഈ ഒരു ഭാഗത്ത് 3 വീടുള്ളൂ. അതിലത്തെ ആദ്യത്തെ വീടാണ് ഇവരുടെ വീട്. പിന്നെ രണ്ടാമതായിട്ട് നമ്മളിപ്പോൾ താമസിക്കുന്ന ജിനുവിൻ്റെ ഈ വീട്. അതിനുശേഷം ഈ വീടിൻ്റെ അപ്പുറത്തായിട്ടാണ് നമ്മൾ കള്ള് ചെത്തുന്നില്ലേ ആ ചേട്ടൻ്റെ വീട്. ഓക്കെ, അപ്പോൾ റൈഡൊക്കെ കഴിഞ്ഞ് നമ്മൾ കുരുവിക്കൂടും കൊണ്ട് വന്നു കേട്ടോ. കഴിക്കണ്ടേ? വാ, ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. നല്ല കാറ്റുണ്ടല്ലോ ഇവിടെ. ഇങ്ങനെ വന്നപ്പോഴത്തേക്കുണ്ടല്ലോ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഭക്ഷണം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതെന്താ അത്? അത് ഫുഡ് ജിനുവിൻ്റെ ഫുഡ് സ്പെഷ്യലാണ്. അത് ആദ്യം പറയട്ടെ. പുള്ളി ഭയങ്കര ഡയറ്റിലാണ്. ചിക്കൻ എന്താ ചെയ്തേക്കണേ? ചിക്കൻ ഉപ്പും മഞ്ഞളും വെച്ച് പുഴുങ്ങി. ഉപ്പും മഞ്ഞളും മാത്രം ചേർത്തിട്ട് പുഴുങ്ങിയ ചിക്കനും കുറച്ച് ചോറും പിന്നെ സലാഡും. ബസുമതി റൈസ്. ഓക്കെ. പിന്നെ ഈ സലാഡും. ഇത് മാത്രമാണ് ഉച്ചക്ക് കഴിക്കാൻ. ഈ കറിയൊക്കെ കൂട്ടും. കറി കൂട്ടും. പിന്നെന്താണ് ഇപ്പോൾ പ്രശ്നം? ചോറ് കഴിക്കില്ല. കറി ഇത് പയറായതുകൊണ്ട്. പിന്നെ മീനാണ്, മീൻ കൂട്ടാം, കുഴപ്പമില്ല. ഓക്കെ. പിന്നെന്താ ശരിക്കും ഉള്ള ഐറ്റംസ് പറഞ്ഞാൽ ചോറുണ്ട്. ഇത് ചെറുപയറല്ലേ? ചെറുപയർ. കഴിഞ്ഞ ദിവസം രാത്രി നമ്മൾ കഴിച്ചായിരുന്നു. ഈ ഒരു അച്ചാർ കേട്ടോ. മാങ്ങയാണ് ഇവിടെ തന്നെ ഉള്ള മാങ്ങ. തൈരും ഉള്ളിയും കൂടിയുള്ള സംഭവം. ഇതാണ് നമ്മളിപ്പോൾ ലാസ്റ്റ് വല വീശി പിടിച്ച മീൻ അല്ലേ? അതിന്റെ പേര് ഞാൻ മറന്നുപോയി. കോലമീൻ അധികം ഗ്രേവി ഒന്നുമില്ല. അത് സെമി ഗ്രേവി ടൈപ്പിലുള്ളൊരു ഡിഷാണ്. മാങ്ങായും തേങ്ങ അരച്ച് പുളിക്ക് മാങ്ങ. അതാണോ? ഓക്കെ. പിന്നെ ഇത് ഇവരെന്നെ പിടിച്ച മീൻ ഉണക്കി പൊടിച്ച് ചമ്മന്തി. ഓക്കെ. ഇത് പിന്നെ നമ്മുടെ കക്ക ഇറച്ചി കൊണ്ടുള്ളൊരു അച്ചാറാണ്. അതിനുശേഷം നമ്മൾ രാവിലെ കൈകൊണ്ട് പിടിച്ച മീൻ വറുത്തതും. ഇത്രയും ഐറ്റംസ് കൊണ്ടുള്ള സിമ്പിളാണ്. ഇതാണ് സിമ്പിൾ അല്ലേ? മാങ്ങിട്ട് വെച്ച മീൻ കറി എന്നല്ലേ? മീൻ കറിയല്ല ഇത്, ആക്ച്വലി ഒരു സെമി ഗ്രേവി സംഭവമാണ്. ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. സൂപ്പറായിട്ടോ. അപ്പൊ തന്നെ കണ്ടിട്ടുണ്ടല്ലേ? ഓക്കെ. അടിപൊളിയുണ്ട്. അതിനാണ് ആ മാങ്ങ പറിച്ചുകൊണ്ടത്. ഓക്കെ. ഓ ശരി. ഞാൻ ഭക്ഷണം കഴിച്ചതിന് ശേഷം കുറച്ച് നേരം മോളിൽ പോയി റെസ്റ്റ് എടുത്തു. കുറച്ച് നേരം ഫോൺ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി ഇവിടുന്ന് ഇറങ്ങുവാണ്. ആക്ച്വലി ഞാൻ ജസ്റ്റ് ഇങ്ങനെയുള്ള സ്ഥലത്ത് ഒരു ദിവസം ഒന്ന് സ്റ്റേ ചെയ്യണം എന്നുള്ള ഒറ്റ ആഗ്രഹത്തിൽ വന്നതാണ്. പക്ഷേ അതൊരു ഭയങ്കരമായ എക്സ്പീരിയൻസ് ആയി. ശരിക്കും കുട്ടനാട്ടിലത്തെ ആളുകളുടെ ലൈഫുമായി ബന്ധപ്പെട്ട കുറച്ചൊക്കെ കാര്യങ്ങൾ നമ്മൾ കണ്ടു എക്സ്പീരിയൻസ് ചെയ്തു, നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇനിയിപ്പോൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. നമുക്ക് ചെറിയൊരു പ്ലാൻ ഉണ്ട്. അത് നടക്കുവാണെങ്കിൽ അടുത്ത വീഡിയോയിൽ നിങ്ങൾ കാണും.
പിന്നെ ഇതാ ഇവരിവിടെ ഹോം സ്റ്റേ പരിപാടി ഉണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ നമ്പർ വെക്കാം, നിങ്ങൾ അതിനകത്തൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ കണ്ടതുപോലെയുള്ള ഒരു ലോക്കൽ എക്സ്പീരിയൻസ് ആണ് ഇവിടുത്തെ ആയിട്ടുള്ള എക്സ്പീരിയൻസ്. ലക്ഷറി സംഭവം പ്രതീക്ഷിക്കരുത്. വരുവാണെങ്കിൽ നിങ്ങൾക്ക് വളർത്തി പോകാം, ഇവിടുത്തെ ഇവരുടേതായിട്ടുള്ള തനതായിട്ടുള്ള ഫുഡ് കഴിക്കാം, കുട്ടനാടിനെ എക്സ്പീരിയൻസ് ചെയ്യാം. താമസമാണെങ്കിൽ ഒരു നോർമൽ സെറ്റപ്പ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക അല്ലേ? അവന്റെ പണിയാ ചെയ്യുന്നത്, പുറത്തുനിന്ന് ഒരാൾ വന്നാൽ കഴിക്കണം. പണി ചെയ്യുന്നുണ്ടല്ലോ, പണി ചെയ്യുന്നുണ്ടോ? അൽഹംദുലില്ലാഹ് നീ ചെയ്യുന്നുണ്ടല്ലോ. ഹയർ. അപ്പൊ എന്തായാലും അതുപോലെ വേറെ സമ്മതിക്കൂലല്ലോ. ഉണക്കമീനിന്റെ അച്ചാറ് പൊടിച്ച് അച്ചാറല്ല, ഉണക്കമീനായിട്ടാ കൊടുക്കുക. ഓക്കെ, അതും നിങ്ങൾക്ക് വേണമെങ്കിൽ അയച്ചു തരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആരുടെ നമ്പറാണ് വെക്കണേ? അച്ഛൻ്റെ നമ്പർ. അച്ഛൻ്റെ ജോജേട്ടൻ്റെ നമ്പർ ഞാൻ വെക്കാം, അതിനകത്ത് വിളിച്ചോളൂ. വെറുതെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്തു, അദ്ദേഹം തിരക്കുള്ള മനുഷ്യനാണ്. അപ്പോൾ ആയിക്കോട്ടെ, അടുത്ത വീഡിയോ കാണാം അല്ലേ? ബൈ.